ഗുഡ് മോർണിംഗ് സനിൻ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? സുഖം. ഗുഡ് മോർണിംഗ്. നമ്മുടെ ബിസിനസ് കേരളയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്ന് പല സെഷനിൽ പറഞ്ഞിരുന്നു. സോ ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദാറ്റ്. ഓക്കെ, എന്താണ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത് സനിൻ? അതായത് നമ്മുടെ ബിസിനസ് കേരളയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്ന്. ഓക്കെ, ബിസിനസ് കേരള പ്രധാനമായിട്ടും ഈ രീതിയിലുള്ള ഒരു മെന്ററിംഗ് ആണ് മുന്നോട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കൂടുതൽ ഓട്ടോമേറ്റ് ചെയ്യുന്ന രീതിയിലും കൂടുതൽ പേർക്ക് ഒരേ സമയം നമുക്ക് ഒരു സ്കെയിലബിൾ ആയിട്ട് തന്നെ സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ബാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് അതിന്റെ ഒരു സ്കെയിലബിൾ സ്റ്റേജിലേക്ക് ആവുമ്പോൾ അതിന്റെ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ കാണുന്നത്. പ്രസന്റ്ലി നിലവിൽ നമുക്ക് 1-on-1, അതായത് ഒരു ലെവൽ ആയിട്ട് ക്വാളിഫൈ ആകുന്ന തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുമായിട്ട് 1-on-1 ഡിസ്കഷനിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക എന്നുള്ള ഒരു പ്രാഥമികമായ കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുവഴി അവർക്ക് അടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജിലേക്ക് പോകാനുള്ള ഗൈഡൻസ് കൊടുക്കുക, നിലവിലുള്ള ടീം ബിൽഡിംഗ് ഉൾപ്പെടെയാണെങ്കിലും അവരുടെ പിച്ച് ഡെക്ക് ഉൾപ്പെടെയാണെങ്കിലും ഉള്ള കൊളാറ്ററൽസ്, ഡോക്യുമെന്റ്സ് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുക. ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ നിലവിൽ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. Hi Jayat, how are you? Hey, a wonderful good morning, Irfan. I'm doing good. Thank you so much. പിന്നെ എങ്ങനെ പോകുന്നു നമ്മളുടെ സെഷൻസ്? How do you feel about our ongoing sessions, and what comment you would? I am actually very happy to listen to all the input which is coming from the audience side, but I am expecting a huger audience because what I've noticed is there is so much of repetition happening almost every day. Even though you are taking control and actually telling of certain, you have an agenda every day, that is well said and that's excellent actually. But then again, ഓഡിയൻസിലേക്ക് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും റെപ്പിറ്റേഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഐ ഗെസ് അങ്ങനെ ടൈം പോകുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചുള്ളൂ, അതല്ലാതെ വേറെ നോ അതർ ഇഷ്യൂസ്. ഐ ഫൈൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. എനിക്കൊരു ചെറിയൊരു ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാല്, എന്നത്തേക്കിനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? അതായത് ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ട് മുമ്പോട്ട് നീങ്ങാൻ വേണ്ടി ഇൻ ഫിസിക്കൽ ആസ്പെക്ട്സ് എന്നത്തേക്കിനാണെന്ന് വല്ലതും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഇപ്പോ ഈ ഒരു ഫോർമൽ ഓപ്പറേഷൻസിലേക്ക് കുറച്ചുകൂടെ സമയം കാണേണ്ടി വരും തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു ടൈമിലേക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്കൊണ്ട് ആകുന്ന രീതിയിൽ, ബിസിനസ് കേരളയുടെ ഭാഗത്ത് നിന്ന് ആകുന്ന രീതിയിലേക്ക് സ്റ്റാർട്ടപ്സിന് ആണെങ്കിലും അതോടൊപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും കൂടുതൽ ഈ ഒരു ഇക്കോസിസ്റ്റവുമായിട്ട് അടുക്കാനുള്ള ഒരു സാധ്യതകളും ഡിസ്കഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാര്യം ഒരു ഫോർമൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫോർമൽ ഓപ്പറേഷൻസിലേക്ക് കുറച്ചും കൂടെ പ്രിപ്പറേഷൻസ് വേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ബേസിക് ഫാക്ട്. കാര്യം നിലവിൽ ഉള്ള ഒരു ആക്ടിവിറ്റിയുടെ റെപ്ലിക്കേഷൻ ആകാൻ അല്ലാതെ നമുക്ക് എവിടെയാണ് കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടത്, എവിടെയാണ് നമ്മളെ ഒരു സ്പെസിഫിക് സ്കിൽസും എക്സ്പെർട്ടൈസും കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു രീതിയിലേക്കാണ് നമുക്ക് ഓപ്പറേഷൻസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്ലാനിങ് അത്യാവശ്യം നല്ല രീതിയിൽ അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. That's actually wonderful. Thank you, Irfan. Thank you so much. I again wish you all the best, all the moderators, and also outside, I know you have plenty of connections, people who are already working with you as a team at the back end. I wish everyone all the best. Thank you so much, and that will be sure. Community is the backbone and strength for moving forward. Thank you so much, and stay connected. Yeah. Sure.
Yeah. Irfan, one more thing can I ask? Yes, sure. The thing is, see, if once a company approaches or once a startup is approaching your organization, and then you look into their financing part, if they're looking for investors, so do you have you kept a cap on the investment side, or I'm just on a general sense, like you have said that, let's say one company approaches and you, after doing the due diligence, you say that okay, his first let's say initial investment required is, let's say, 5 lakhs maybe, but then once you did the calculations, you notice that 5 lakhs is not required. So is the financing also flexible? Uh, that primarily depends on the investors which are who are getting connected to us. Because many investors are looking for a certain minimum threshold or minimum limit. Okay, Mm, because they want to focus, and too much of staggered investment will be deviating their attentions. And so many investors gives a criteria for going not lower than a particular limit. So that is the binding factor. In fact, Business Kerala want to accommodate startups and investors at various levels. But on that operational front, primarily we will be able to accommodate or encourage investors with more traction and very certain targets and very specific interest on certain segments. And that would be the first phase. So maybe going forward, once we establish a system, in maybe small tickets can also be get included. So I mean, that is what we presently feel based on the discussions we are having. And understood. yeah, Okay. Anyway, yeah, either ways, yeah, yes, yeah, thing is, I don't see myself as an entrepreneur, even though I'm looking for options once okay, I get back to Kerala. But then on the okay, financial side, I would love to support you guys. So, okay. what do you call it? Let's see. Let's take it to the next level. Yeah, because getting investment is not the biggest part. Certainly that is a milestone, but Hmm. maintaining that, monitoring that, and taking it forward to a success level matters a lot, because that is the best way to build a confidence for this startup ecosystem. Okay, Mm-hmm. so Clearly understood. yeah. Okay. Great. Thank you, Irfan. Thank you. Thank you so much, Jad, for that. Well wishing and uh, questions, in fact, good queries. Hi, Sujit. Hi sir, good morning. Very good morning. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ് സാർ. ആക്ച്വലി ഞാൻ മാക്സിമം സംസാരിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ സമയത്തൊക്കെ പുറത്തായിരിക്കും. Okay, വൈകുന്നേരം എത്തുമ്പോഴും ഒരു ടൈമാവും. അതാണ് മാക്സിമം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. okay. ഇപ്പോഴും പുറത്താണ്. അതാണ് Right. മാക്സിമം ഞാൻ ലിസണേഴ്സ് പാനലിൽ ഇരിക്കുക. Okay. എന്താണ് സുജിത്തിന്റെ പൊതുവെയുള്ള ഒരു ഫീഡ്ബാക്ക് ബിസിനസ് കേരളയുടെ ഈ മോർണിംഗ് വൈബ്സിനെ പറ്റിയിട്ടും എന്താണ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ എന്താണെന്ന്? എന്റെ ഫീഡ്ബാക്ക് സാറിന് അറിയാം. ഞാൻ എപ്പോഴും കറക്റ്റ് ആയിട്ട് നമ്മളെ ക്ലബിൽ കയറുന്ന ആളാണ്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യെസ്, ശ്രദ്ധിച്ചിട്ടുണ്ട്. മാക്സിമം മിസ് ചെയ്യാറില്ല. യെസ്, അത്രയ്ക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ്ലി എന്തെങ്കിലും. മോസ്റ്റ്ലി ഓൺ ദ റൈറ്റ്, അതായത് ഷാർപ്പായിട്ട് ആ ടൈമിൽ തന്നെ ലോഗിൻ ചെയ്യുന്നവരിൽപ്പെട്ട ഒരാളാണ്. സുജിത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ഒന്നാമത്തെ ദിവസം മിക്കവാറും ഡ്രൈവിംഗ് ആയിരിക്കും. അപ്പോഴത്തേക്കും ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്നതായിരിക്കും. ഇതില് ചില ആൾക്കാർ സംസാരിക്കുന്നത് പലപ്പോഴും ഈ ഫീബിൾ ആയിട്ടാണ് കേൾക്കാറ്. ഓക്കെ. അങ്ങനെ കുറച്ച് മിസ് ചെയ്യാറുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിട്ട് മിസ് ചെയ്യാറുണ്ട്. അല്ലാതെ മാക്സിമം കേൾക്കാനുള്ള ശ്രമിക്കാറുണ്ട്. ഓക്കെ. കണ്ടന്റ് വാലിഡ് ആണ്, യൂസ്ഫുൾ ആണ്, മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പല കാര്യങ്ങളും ചിന്തിക്കാനും ഒക്കെ നല്ല രീതിയിലൊരു ഇൻപുട്സ് വരുന്നുണ്ട്. ഓക്കെ. സോ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സീരീസിൽ എന്തൊക്കെ സ്പെസിഫിക് ടോപ്പിക്സ് ഉൾപ്പെടുത്തണമെന്നാണ് സുജിത്തിന്റെ ഒരു
സജഷൻ? ഞാന് മുന്നേ മുന്നേ സംസാരിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു കൺസെപ്റ്റ് ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ടെക്നിക്കലി ഞാൻ ടെക് സൈഡ് ഞാൻ വീക്കാണ്. കാരണം വെച്ചാൽ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പം ഈ ഈ എന്താ പറയാ, ഒരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിനായിട്ട് എനിക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിലവിലൊരു MSME ഇതായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ താഴെ ലിസണേഴ്സ് പാനലിലുള്ള നിഖിൽ ബ്രോയോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാ. അപ്പൊ അപ്പൊ ആ രീതിയിലാണ് ഇപ്പം മൂവ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എന്താ പറയാ, ഈ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇതിനെ ഒരു എന്താ പറയാ, ഒരു സ്കെയിലില് ഇതിലോട്ട് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ടെക്നിക്കൽ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം ഒരു ഒരു ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു 1-2 സെഷൻസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? യെസ് ഡെഫിനറ്റ്ലി, അതാണ് ഞാൻ ചോദിച്ചത്. സെർട്ടൻലി നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. അത് ഒന്ന് കൊണ്ടുവന്നതായിരിക്കും. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് ചെറിയാൻ ഗുഡ് മോർണിംഗ്. സുജിത്ത്, എന്ത് ഇ കൊമേഴ്സ് ആണെന്ന്? ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബ്രോഡായിട്ടുള്ള, എന്താണ് നിങ്ങളുടെ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹായ് സർ, ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ കോമേഴ്സ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം മെയ്ഡ് ഫർണിച്ചേഴ്സ് ആണ് ഞാൻ മെയിൻലി റീച്ച് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അത് സാധാരണ നമ്മുടെ മറ്റ് ഇതിനേക്കാളും വ്യത്യസ്തമാണ്. അത് നല്ല ഇവിടെ അമേരിക്കയിലൊക്കെ ഉള്ള കുറേ മോഡൽസ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ബിൽഡിങ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഇപ്പം ഞങ്ങളൊരു വേറൊരു ഇ കൊമേഴ്സ് ചെയ്യാനായിട്ട്, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ ഞങ്ങൾ കണ്ട ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൃഷിക്കാർക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് അവർക്കാർക്ക് ഇ കൊമേഴ്സ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊന്നും ആരും കൊടുത്തിട്ടില്ല. പക്ഷേ പച്ചക്കറി കൃഷി ചെയ്തവർക്ക് കൊറോണ വന്നാലും വന്നില്ലെങ്കിലും അത് കറക്റ്റ് സമയത്ത് വിളവെടുത്തില്ല, നശിച്ചു പോകും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ കപ്പയൊക്കെ വെറുതെ നശിപ്പിച്ച് അത് ആർക്കും വേണ്ട, അത് പറിച്ചുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, സോ വി ആർ ബിൽഡിങ് എ പ്ലാറ്റ്ഫോം സ്പെസിഫിക്കലി ഫോർ നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ട്. അതായത് ഏത് കൃഷിക്കാരനും കേരളത്തിലുള്ള ആർക്കും അവർക്ക് അവരുടെ പ്രോഡക്റ്റ് ഡയറക്റ്റ് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത് പറ്റുവാണെങ്കിൽ അത് അവർക്ക് ചാർജ് ഇല്ലാതെ അവർക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഫെസിലിറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇനിഷ്യൽ പൈലറ്റ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് അനൗൺസ് ചെയ്യാറായിട്ടില്ല, ടെസ്റ്റിംഗ് നടത്തുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഷുഡ് കം. പക്ഷേ അതിനകത്തും ദ ചാലഞ്ചസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ടെക്നിക്കലായിട്ട് നല്ല ഇതുണ്ട്, എന്ത് ചെയ്യണം, എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. The main problem comes in, take it to the market and convincing people that this is something they should try. And പിന്നെ another problem is with a lot of copycats. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ കുറേ കോപ്പിക്കാറ്റ്സ് വരും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജെന്യൂനിറ്റി കൊണ്ട് കാര്യം നടക്കത്തില്ല. അപ്പോൾ ദീസ് ആർ ദ പ്രോബ്ലംസ് വി ആർ ഫേസിങ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മോഡലിന് കുറച്ചുകൂടെ എന്താ പറയുക, നല്ല എടുക്കുമ്പോഴത്തേക്ക് അത് ഇ കൊമേഴ്സ് തന്നെയല്ല, ഇത് ഫർണിച്ചർ ആകുന്ന കാരണം അത് കൂടുതലായിട്ട് അത് കാണാനും അതിൻ്റെ ഡിസൈനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് അത് ദേ ഷുഡ് ഫീൽ ഇറ്റ്. അപ്പോൾ ആ രീതിയിലേക്കുള്ളതായിരിക്കണം അതിൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പം അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ, എസ്തെറ്റിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് മോഡൽസ് നോക്കിയിട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി. ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഡിസൈനറാണ്. ഇതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോമില് യൂസേഴ്സിന് തന്നെ കസ്റ്റം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോ അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ, ഒരു സ്പെഷ്യാലിറ്റി അതിനകത്ത് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഐഡിയ വെച്ചിട്ടുണ്ട്. പിന്നെ ബിഗിനിങ് സ്റ്റേജ് ആണ്. നമുക്ക് ഇപ്പോഴൊന്നും അങ്ങനെ നന്നായിട്ട് പറയാനുള്ള ഇതും ആയിട്ടില്ല. ഹായ് Hi, Nikhil. How are you? ഹായ് ഗുഡ് മോർണിംഗ്. Very good morning. പറഞ്ഞോ. ഞാൻ സുജിത്തിനോട് ആ ഐഡിയ പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജിത്ത് ഓർമ്മയില്ലേ? ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സുജിത്ത്. ഉണ്ട് ബ്രോ, നിഖിൽ ബ്രോ, ഓർമ്മയുണ്ട്. ഓക്കെ ഞാന് ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ക്ലയൻസിനെ മീറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് അതുകൊണ്ട് എനിക്ക് മെയിൻലി സമയം കിട്ടാറില്ല വേറെ. ഓക്കെ. അല്ല, ഡെക്കറേറ്റ് ചെയ്യണ പാട്ട് വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടതാണ്. ചില കസ്റ്റമേഴ്സിന് അതിന് താല്പര്യം ഇല്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ആക്ച്വലി ഓർമ്മയില്ലേ? എനിക്ക് കസ്റ്റമേഴ്സ് തട്ടിട്ട് ഇപ്പൊ നടക്കാൻ പാടില്ല, ആ ഒരു രീതിയിലാണ്. എനിക്ക് വേറെ സമയമില്ലാത്ത രീതിയിലായിരുന്നു. അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ കസ്റ്റമൈസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ ഡിസൈൻ ചെയ്യാന്നുള്ളത് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ അത് എടുക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മള് ഈ ആർക്കിടെക്ട് ആ ഒരു ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പം അവർക്ക് ആക്ച്വലി എന്താ പറയാ, അവരൊരു കൺസെപ്റ്റ് തരുമ്പോ അതിനനുസരിച്ച് അവർക്ക് എന്താ പറയാ, അതിന്റെ ഈച്ച് ആൻഡ് എവറി ഒരു ടോപ്പിക് ഇതിന് പാർട്ട് അവർക്ക് അത് ആ ഓപ്ഷൻ വേണോ ഈ ഓപ്ഷൻ വേണോ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം അതിന്റെ ഇൻപുട്ട് എനിക്ക് എടുക്കുമ്പോ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് അവർക്കത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. എന്റെ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതൽ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യപ്പെടും. ഇപ്പോൾ ഞാനൊരു ഏരിയ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സും ഡിസൈഡ് ചെയ്യുക അത് ഏറ്റവും നല്ലൊരു ഇന്റീരിയർ ഡിസൈനർ അതാണ് ചെയ്തു തരികയാണെങ്കിൽ അതാണെന്നുള്ളതാണ് കൂടുതൽ കസ്റ്റമേഴ്സും പ്രതീക്ഷിക്കുക. ഈ ഈ ലെവലിൽ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും പിന്നെയും കൂടുതൽ ഇത് അറേഞ്ച് ചെയ്യാൻ നോക്കുക, ഈ ഒരു കാര്യം ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാത്ത കൂടുതൽ കസ്റ്റമർ ആസ് എ കസ്റ്റമർ ഞാനിത് നോക്കുകയാണെങ്കിൽ എനിക്കൊരു പ്ലാറ്റ്ഫോം കയറിയിട്ട് എൻ്റെ റൂമിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ വേറെ ആൾ ഡിസൈൻ ചെയ്ത് സൂപ്പറാക്കി തന്നു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യാന്നുള്ളതായിരിക്കും. ഒന്നാമത് ഫർണിച്ചറൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രീമിയം കസ്റ്റമേഴ്സ് ആയിരിക്കും. സാധാരണ ആൾക്കാർ കുറച്ച് അത്ര യൂസ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിന് എത്രത്തോളം സമയം വെക്കും എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. കൂടുതലും അവർ പ്രിഫർ ചെയ്യണത് ഈസി ആയിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരായിരിക്കും അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത്. അതെ ബ്രോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പൊ ഞാൻ മെയിൻലി ഇപ്പൊ എന്റെ ക്ലയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇതുപോലെ ആർക്കിടെക്ട്സ് അങ്ങനത്തെ ഉള്ള ടീമാണ്. അവര് അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും എന്താ പറയാ, അപ്പൊ അവർക്ക് എന്താ പറയാ, അവർക്ക് ഈ ഇതിന് ഒരു വീടിനനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന തീമിനനുസരിച്ച് അവരുടെ ഫർണിച്ചേഴ്സ് ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇപ്പൊ ഉള്ള ക്ലയന്റ് എന്താ പറയാ, ക്ലയന്റ് എന്താ പറയാ, നീഷ് എന്ന് പറയുന്നത് ഇപ്പം B2B എന്ന സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇപ്പൊ മൂവ് ചെയ്യുന്നത്. അപ്പൊ അവർക്കിത് ആപ്റ്റ് ആയിട്ട് തോന്നുന്നു. ഇങ്ങനെ ഒരു ഇത് വന്ന് പിന്നെ സ്റ്റാർട്ടപ്പ് മോഡലില് തിങ്ക് ചെയ്യണ്ട. നിങ്ങൾ തന്നെ ഇപ്പോൾ ഫർണിച്ചർ ഉണ്ടാക്കിയിട്ട് കൊടുക്കാന്നുള്ള മോഡൽ അല്ലല്ലോ അന്ന് പറഞ്ഞത്, വേറെ ആൾക്കാർ ചെയ്യുന്ന മോഡൽ അല്ലേ? അതെ, ഇപ്പം അതാണ് ഞാൻ ഇത് പറയുന്നതെങ്കിൽ പോലും അതാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ വർക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്ര ടൈം ഒരു ഈ വർക്ക് ചെയ്യാൻ ഇത്ര ടൈം ആവും, ഇത്ര സ്പെൻഡ് ആവും, അങ്ങനെയുള്ള ഇത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, തുടക്കത്തിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത് എന്ത് ചെയ്യുക, അത് കസ്റ്റമേഴ്സ് അത് മേടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മറ്റ് എന്താ ചെയ്യുക വെണ്ടേഴ്സിനെ അതിലോട്ട് ആഡ് ചെയ്ത് സീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, അങ്ങനെ തന്നെയാണ് പോകുന്നത്. താങ്ക് യു. നമുക്ക് ആ ഒരു ഇനിഷ്യൽ ഡിസ്കഷനിൽ നിന്ന് തീർച്ചയായിട്ടും പുതിയ കുറച്ച് ചർച്ചകളിലേക്ക് കൂടെ നമുക്ക് പോകാം. തീർച്ചയായിട്ടും സുജിത്ത് ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇ-കൊമേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ഡിസ്കഷനിലേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാം. വെൽക്കം ടു ഓൾ ദ ക്ലബ് മെമ്പേഴ്സ് ഫ്രം ബിസിനസ് കേരള. ബിസിനസ് കേരളയുടെ ഈ മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ബിസിനസ് ചർച്ചയിൽ പ്രധാനമായും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ പ്രാഥമികമായിട്ട് അറിയേണ്ടത് എന്ന ഒരു ചർച്ചയിലേക്കും അനുഭവങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലീഗൽ കംപ്ലൈൻസ് ഉൾപ്പെടെ ട്രേഡ് മാർക്ക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിരുന്നു.
അതോടൊപ്പം ഒരു ടീം ബിൽഡിംഗ് എങ്ങനെയാണ്, അതോടൊപ്പം കോ ഫൗണ്ടേഴ്സിന്റെ ഓൺബോർഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ്, ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അത്ര ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുകയായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് പരസ്പരം ഒരു സഹകരണത്തോടു കൂടി ഒരു കോമ്പറ്റീഷൻ എന്നതിലുപരി ആരൊക്കെയാണ് നമ്മൾ ഒരു കോംപ്ലിമെന്റിങ് എന്നുള്ള രീതിയിലേക്ക് ചേർത്ത് നിർത്തുകയും പല പല സംരംഭങ്ങൾക്കും പരസ്പരം സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ചില അനുഭവങ്ങൾ കൂടി നമുക്ക് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും നമ്മൾ മറ്റൊരാളെ പരാജയപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ പേർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങൾ, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ള ചില ചിന്തകൾ കൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു ബിസിനസ് ഇക്കോസിസ്റ്റത്തിൽ വളരെ ഗുണകരമാകും എന്ന് തോന്നുന്നു. ഇത് ഈ ഒരു ടോപ്പിക്ക് ആലോചിക്കാൻ ഉള്ളൊരു കാരണം, അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിലേക്ക് ഇങ്ങനെ ഒരു ഡയമെൻഷൻ ആലോചിക്കാൻ ഒരു കാരണം, കഴിഞ്ഞ ദിവസം ടോക്കിയോ ഒളിമ്പിക്സിൽ നടന്ന വളരെ വൈകാരികമായ ഒരു സന്ദർഭം കൂടിയായിരുന്നു ഹൈ ജമ്പിലെ ഫൈനൽസ്. ആ ഹൈ ജമ്പ് ഫൈനൽസിൽ രണ്ട് മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റാലിയൻ അത്ലറ്റ് ആയിരുന്ന ഗ്യാൻ മാർക്കോ തമ്പേരി ഫ്രം ഇറ്റാലി, ആൻഡ് ഓൾസോ ഫ്രം ഖത്തറിൽ നിന്നുള്ള മുത്താസ് ഈസ ബാർഷ്യം എന്ന ഖത്തറി ആയിട്ടുള്ള ഒരു അത്ലറ്റ്. ഇവർ രണ്ടുപേരും 2.37 മീറ്റേഴ്സ് മാർക്ക് ആണ് കണ്ടിന്യൂസ് ജമ്പ് ചെയ്തത്. എന്നാൽ ഫൈനൽ ഒരു ടൈ ബ്രേക്കിംഗിലേക്ക് വരുമ്പോൾ ഇറ്റാലിയൻ അത്ലറ്റ് ആയ തമ്പേരിക്ക് അത് പരിക്ക് കാരണം, അല്ലെങ്കിൽ അത് ആ ലാസ്റ്റ് അറ്റംപ്റ്റ് എടുക്കാൻ കഴിയാതെ വരുന്നു. എന്നാൽ ആ ലാസ്റ്റ് അറ്റംപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഖത്തർ അത്ലറ്റ് ആയിട്ടുള്ള ബാർഷ്യമിന് അത് ജയിക്കാൻ കഴിയും എന്നുള്ളൊരു ഒക്കേഷൻ വരുമ്പോൾ ആ ഖത്തറി അത്ലറ്റ് ബാർഷ്യം ഒളിമ്പിക്സ് റഫറിയോട് ചോദിക്കുകയാണ്, ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിലേക്ക് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, പലപ്പോഴും സ്പോർട്സ് വേൾഡിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള പരസ്പര സഹകരണവും പരസ്പര സപ്പോർട്ടും ഈ രീതിയിൽ കാണാറുണ്ട്. അത് നമ്മളിലെല്ലാം വളരെ വലിയൊരു ഊർജ്ജമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതേ രീതിയിൽ ഇതേ ഒരു കോ എക്സിസ്റ്റൻസ്, ഒരു കോഓപ്പറേഷൻ, പരസ്പരം ഒരുമിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരുപാട് ഇവന്റ്സ് നമ്മുടെ ബിസിനസ് ലോകത്തും ഉണ്ട് എന്ന് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നവരാണ് പലരും. വളരെ പ്രോഗ്രസീവായിട്ട് വിശ്വസിക്കുന്നവരാണ് പലരും. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, അതൊരു സ്റ്റാർട്ടപ്പ് സംരംഭം ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, ആ രീതിയിലുള്ള എന്ത് മുന്നോട്ട് ഉള്ള അവന്യൂസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരം പരസ്പര സഹകരണത്തിലൂടെ ഒരുമിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരുപാട് ആംബിയൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളും അതോടൊപ്പം ഇത്തരത്തിൽ ഒരു സഹകരണ മനോഭാവത്തോടുകൂടി പരസ്പരം ഷെയറിങ്ങിലൂടെ കൂടുതൽ അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായ വിജയത്തിലേക്കും നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ലോകത്തേക്ക് ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടി ഒരു അന്വേഷണം നമുക്ക് ഇന്നത്തെ ഈ മോർണിംഗ് വൈബ്സ് ചെയ്യാം എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും മറ്റ് സ്പീക്കേഴ്സിനെ ഈ ഒരു ആംഗിളിലേക്ക്, ഈ ഒരു ഡയമെൻഷനിലേക്ക് അവരുടെ വ്യൂ പോയിന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആദ്യം തന്നെ നേരുകയാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്നലെ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഈ വൈകുന്നേരത്തെ പ്രോഗ്രാം 5:10 ഞാൻ സാധാരണ എപ്പം റേഡിയോ പറയുന്ന പോലെ തന്നെ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. രാവിലെ സമയം സംസാരിക്കാൻ കഴിയാതിരുന്ന ആരെങ്കിലും അവർക്ക് സമയം കിട്ടിയില്ല. കാരണം നമ്മൾ 9 മണി രാവിലെ 9 മണിക്ക് തന്നെ അത് കട്ട് ഓഫ് ടൈമായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. ആൾക്കാർക്ക് അവരുടെ ഒരു എൻഗേജ് ആയിട്ട് പോകേണ്ട ഒരു സമയം ഇപ്പോൾ ഉണ്ട്. പലരും ഓഫീസുകളിലേക്കൊക്കെ പോകുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ 9 മണി വെച്ചിരിക്കുന്നത്. ഇന്നലെ സംസാരിച്ചവരിൽ ആരെങ്കിലും ലാസ്റ്റ് ടൈം സംസാരിക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വരണം. കാരണം നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സ്പീക്കർ പാനലുള്ളവരെല്ലാം തന്നെ, മോഡറേറ്റിംഗ് പാനലുള്ളവരെല്ലാം തന്നെ മേബി 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കണ്ടിന്യൂസ് സംസാരിക്കാൻ, ആവശ്യത്തെപ്പറ്റി സംസാരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് വരാറുള്ളവരെല്ലാവരും തന്നെ, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ നിങ്ങളിൽ നിന്നൂടെ ഞങ്ങൾക്ക് കേൾക്കുക എന്നുള്ള വളരെ താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ ക്ലബ്ബ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് വരണം. എനിവേ, നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നലെ ഞാൻ സംസാരിച്ച് നിർത്തിയ ഒരു കാര്യമുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് ഒരു ജോലിയിൽ ചുരുക്കി പറയാം, ഇന്ന് പുതിയതായിട്ട് കേൾക്കുന്നുണ്ട്, ഒരു ജോലി എന്റർപ്രണർ അല്ലെങ്കിൽ അത്തരത്തിലൊരു
സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇന്നലെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ചെയ്യാൻ സമയമില്ലെങ്കിലും പറയാം. അയാളൊരു ഏതെങ്കിലും ഒരു ഫ്രസ്ട്രേഷന് പുറത്തോ, എന്തെങ്കിലും ഒരു ജോലിയിലുള്ള ഒരു ടൈമിന്റെ ഫ്രസ്ട്രേഷന് പുറത്തോ, അല്ലെങ്കിൽ അയാളുടെ സാലറിയുടെ ഫ്രസ്ട്രേഷന് പുറത്തോ, ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളൊരു എന്റർപ്രണർ ആകുന്ന സമയത്ത് അയാൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് അയാളുടെ ടോട്ടൽ പഞ്ച്വാലിറ്റിയാണ്, സെൽഫ് ഡിസിപ്ലിൻ ഞാൻ ഇന്നലെ അതിനെ ഡിഫൈൻ ചെയ്ത്. അപ്പം അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുക. രണ്ടാമത് എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ പോയിന്റ്, അതിനെക്കുറിച്ച് എനിക്കൊരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ. പലപ്പോഴും ഒന്നാമത് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, രണ്ടാമത് ഒരു ഇന്റിഗ്രിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. ഡു വാട്ട് യു സേ വാട്ട് യു ഡു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഇതങ്ങോട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് തന്നെ ഫൗണ്ടേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന സാധനം പലപ്പോഴും എന്താ പറയുന്നത്, നഷ്ടപ്പെടുന്നത് കാണാം. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളടുത്ത് പറയും കള്ളം പറയരുത്, ഒരു എന്താ പറയുന്നത്, പുറത്തുള്ള ആരോടും കള്ളം പറയരുത്, ദൈവം കോപിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മക്കളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞാൻ എൻ്റെ മോനോട്, എന്നെ അന്വേഷിച്ച് വരുന്ന ഒരാളോട് പറയാം, മോൻ പുറത്ത് ചെന്ന് അപ്പാച്ചി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് എൻ്റെ മോനെ പറഞ്ഞു വിടുമ്പോൾ, മോൻ ഒരു പക്ഷേ പോയി പറയാം, പ്രായമുള്ള ആളമ്മാവൻ ചെന്ന് പറയും അപ്പാച്ചി ഇവിടെ ഇല്ല, വൈകുന്നേരമേ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ, ശരിക്കും അവിടെ നഷ്ടപ്പെട്ടത് ഞാനൊരു പക്ഷേ എന്നെ അന്വേഷിച്ച് വന്ന ആളുടെ മുമ്പിൽ ഞാനൊരു പക്ഷേ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ മോന്റെ മുമ്പിലുള്ള എൻ്റെ ഇന്റിഗ്രിറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പറയുന്നത് മാത്രം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് അണ്ടർ കമ്മിറ്റ് ഓവർ ഡെലിവറി ചെയ്യുന്നത് ഒരാളാണെങ്കിൽ, ഇപ്പം 10 തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 15 കൊടുക്കുമ്പം അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, 15 തരാമെന്ന് പറഞ്ഞിട്ട് 10 കൊടുക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു എക്സാമ്പിളാണ്. അത്തരത്തിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ഏത് തരത്തിലൊരു സ്റ്റാർട്ടപ്പ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ സ്വപ്നം, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്ന ആ വണ്ടിയോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമർക്കായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിനായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ വെൻഡേഴ്സിനോടായാലും, അവരോട് നിങ്ങൾ കാണിക്കുന്ന ഒരു ഇന്റിഗ്രിറ്റി, ഫാമിലി, അതായത് നിങ്ങളുടെ ടോട്ടൽ ടീം, അവരുടെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാരണവശാലും അവരുടെ ഒരു ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. തീർച്ചയായിട്ടും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതും. വേറെ ഒരു കാര്യമുണ്ട് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എത്രയൊക്കെ ഇപ്പം സപ്പോസ് ഇവിടെ ടിബിയുടെ അടുത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അനിലിന്റെ അടുത്ത് ഞാൻ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ അറിയാതെ കൊണ്ട് നമ്മളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഈ പറയുന്നത് ശരിയാണോ ഇല്ലയോ, ഞാൻ എത്ര ആർട്ടിഫിഷ്യലായിട്ട് പറയാൻ ശ്രമിച്ചാലും അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കറിയാം. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇന്റഗ്രേറ്റയുടെ ഭാഗമായിട്ട് നമ്മൾ കൂടി വരുമ്പം, ഇപ്പൊ സപ്പോസ് നമ്മുടെ ടീമിന്റെ, നമ്മുടെ ഇൻസൈഡിലെ ടീമിന്റെ അടുത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുകയും പുറത്ത് നമ്മൾ ചെയ്യുന്ന സാധനം തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ടീമിനെ, നമ്മുടെ ബിസിനസ്സിനെയും അത് നശിപ്പിക്കാൻ സാധ്യത കൂടുതൽ. കാരണം അവർക്കറിയാം ഇയാൾ ഈ പറയുന്നതായിട്ടൊരു ബന്ധം. ഞാനിപ്പോൾ എൻ്റെ ജോലിക്കാരോടെല്ലാം പറയും നമ്മൾ അങ്ങനെ ആയിരിക്കും, നമ്മൾ ഇത്ര ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് നമ്മൾ ഉപയോഗിക്കരുതെന്നൊക്കെ പറയും. സമയമാകുമ്പോൾ ഞാൻ പറയാം അത് പോരുമ്പോഴേ ഒരു 4 kg പൈപ്പ് ഒരു കുറച്ച് കയറ്റിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ മേ ബി എനിക്കുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ലാഭത്തിനേക്കാൾ കൂടുതൽ എൻ്റെ ജോലിക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സിസ്റ്റത്തിൽ അവർ തന്നെ അറിയാതെ അടുത്ത ഞാനിന്ന് 4-5 4 kg കയറ്റാൻ പറയുമ്പോൾ അടുത്ത അവൻ തീർച്ചയായിട്ടും അവൻ 2 kg കുറിച്ച് അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ആ ഒരു ഇന്റഗ്രിറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിലോ തുടക്കം മുതലേ ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ എന്താ പറയുന്ന ഒരു മൈൻഡ് സെറ്റുകളുണ്ട്. അതൊരു കാരണവശാലും ഈ പറഞ്ഞ പോലെ സമയാസമയങ്ങളിൽ മാറ്റാതിരിക്കുക. ആ ഒരു ഇന്റഗ്രിറ്റി തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ചർച്ചയുണ്ടല്ലോ, ബാക്കി ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളും ഗുരുമുഖിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യണം. താങ്ക് യു ബിസി. സ്പീക്കർ പാനലിൽ മറ്റുള്ളവർക്ക് ഇതിലേക്ക് സംസാരിക്കാവുന്നതാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ടി ബി. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കും. Okay, yeah. Good morning. Who else would like to speak? Cherian Jacob. Hi, Hanish.
Okay. Start. Hi, Jayad. Yeah. Hi. Hey. Sorry, fine. I mean, if you want to talk, you can talk. I mean, I can do after that. No problem. No. Please, most welcome. Please go ahead. Okay. When you were talking about networking and all that, the thing is, I just want to give an example. My dad was working as a senior underwriter in one of the insurance companies in Saudi Arabia. So that was like it's 10 years, 15 years back. There was when once he receives a submission for issuing a quotation for a certain business, he actually used to communicate with his competitors, and they used to discuss with each other with integrity. Okay, that on this submission I am unable to provide certain terms which they have requested for, so are you able to handle it? And they then discuss it with themselves, and then they share the business in the sense, okay, for this moment you can take this business, go ahead. Okay. Okay. And later on, when a new submission comes again, it's a casual discussion. It's not that they are very serious in it. It's a very casual discussion, and they say, Khalas, okay, this time, last time you gave it to me, that's really wonderful of you, so this time go ahead with the submission. This is what our rate is, this is what we are going to charge the client, so you can do your rating on that and go ahead and close the business. So in brief, they had a common communication with the competitors, but they were working together. Everyone is having competition, everyone is having their production targets and all like that stuff internally, but still they used to communicate with each other. And my dad was actually also responsible for setting up an underwriters forum, so they could build up a more stronger insurance community. So this all was going on quite a long time back, but they all these were seniors. So as time passed by, many of them had gone back to their home countries, and slowly it faded off. But that relation, that integrity, that networking, it never came back. After everyone left, it just waded off, and now everybody is cutthroat competition, undercoating, claim issues. So many things are coming up. So what I would also like to add to Visi, what he said is absolutely wonderful. Yes, integrity is a huge part in play in business. Thank you so much. Excellent addition, Jayad. തീർച്ചയായിട്ടും ഒരു ഒരുമിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരസ്പരം ഒരു കില്ല് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ആകാൻ പാടില്ല. പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന, ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. മാർക്കറ്റ് വളരെ വിശാലമാണ്. ആ മാർക്കറ്റിൽ ഓരോരുത്തർക്കുമുള്ള ഒരു ഷെയർ കൃത്യമായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. അത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയി പോകാതെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഒരു ക്രിയേറ്റീവ് ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ ഈവൻ കോമ്പറ്റീഷൻ മൈൻഡ് പോലും അങ്ങനെ ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എനിക്കൊന്ന് ഈ അണ്ടർ കോട്ടിംഗ് പോലെയുള്ള ലോ പ്രൈസിങ്ങിന്റെ പേരിൽ മാത്രം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പോകുന്ന രീതിയിലേക്കുള്ള അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ പലപ്പോഴും പല മാർക്കറ്റുകളെ വളരെയധികം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഈ സ്റ്റാർട്ടപ്പുകളിലേക്ക് കടക്കുന്നവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു എത്തിക്സ് ആണെങ്കിലും അവരുടെ ഒരു വിഷൻ ആണെങ്കിലും ഒക്കെ ഈ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, ഇന്റഗ്രിറ്റി, അതോടൊപ്പം പരസ്പരം കോപ്പറേറ്റീവ് ആയിട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും സൂചിപ്പിക്കാൻ കഴിയുന്നതാണ്. റൈറ്റ്. ഇതിലേക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ ആദ്യം ഞാൻ ഒരു പാർക്കിങ്ങിലേക്ക് കയറുമായിരുന്നു, അപ്പൊ അന്നേരം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ മേ ബി കോൺട്രഡിക്ടറി ആയിരിക്കാം. ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യം കൂടെ ഒന്ന് കമന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന്, ഇപ്പോ ഐ തിങ്ക് മിസ്റ്റർ നെയിം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പോയി ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഞാൻ ഇപ്പൊ ജപ്പാനിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. ബട്ട് അത് ഗവൺമെന്റ് ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഏത് ബിഗ് കൺസ്ട്രക്ഷൻ കോമ്പറ്റീഷൻ വന്നാലും മിത്സുബിഷി, ഹിറ്റാച്ചി, തോഷിബ അങ്ങനെ 3 പേര് കോമ്പറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. കോമ്പറ്റ് ചെയ്ത് ബെറ്റർ പ്രൈസ് ഗവൺമെന്റ് കിട്ടണം. പക്ഷെ ഇവരുടെ ഇടയിൽ ഒരു ഡീൽ ഉണ്ടാവുകയും, ലൈക്ക് ജപ്പാന്റെ നോർത്ത് സൈഡിലേക്കാണെങ്കിൽ ഇന്ന കമ്പനിയും സൗത്ത് സൈഡിലേക്ക് ഇന്ന ആണെങ്കിലും ടോക്കിയോ ആ ഏരിയയിലാണെങ്കിൽ ഇന്ന കമ്പനി. പക്ഷെ അത് എന്താ പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്ത് എന്ന രീതിയിൽ വന്ന് ഗവൺമെന്റ് അവരെ പിടിച്ച് ലൈക്ക് ഓപ്പൺ കോർട്ട് നിലയിലേക്ക് പോയ ഒരു സാഹചര്യം കൂടി ഉണ്ട്.
അപ്പൊ അതിനകത്ത് കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് കില്ലിംഗ് കോമ്പറ്റീഷൻ അല്ല, എൻഡ് യൂസർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ അത് വേണം എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ അതല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പൊ സപ്പോസ് ഞാൻ മാത്രമുള്ള ഒരു മൊണോപ്പൊളി ബിൽഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിനെ നശിപ്പിക്കുന്ന സിറ്റുവേഷനിലേക്കായിരിക്കും പോകുന്നത്. സോ ഒരു നാട്ടിൽ ഒരു വെള്ളം കമ്പനി ഉണ്ടായിരുന്നുള്ള സമയത്ത് അവരാണ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു 4 കമ്പനിയും ഓരോരുത്തർക്ക് ഡിഫറൻഷിയേറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് അത് വെച്ച് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റണം. പ്രൈസ് മാത്രം വെച്ച് കില്ല് ചെയ്യുന്ന ആളുകളും ഉണ്ടാകാം, ബട്ട് കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യണമെന്നതിനോട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. കാരണം കോമ്പറ്റീഷൻ ആണ് ക്വാളിറ്റി കൊണ്ടുവരുന്നത്, കോമ്പറ്റീഷൻ ആണ് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത്. മൊണോപ്പൊളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അത്രയും ഇന്നോവേഷൻ അവിടെ നടക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതൊരു ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഇതുവരെ പറഞ്ഞതിനെ ടോട്ടലി കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ തുടങ്ങി. ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ ലൈക്ക് ഹൈജമ്പിന്റെ സ്റ്റോറി, ഓഫ് കോഴ്സ് നമുക്ക് എക്സ്പെക്ട്ലി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് 2 എക്സാമ്പിൾ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഒളിമ്പിക്സിനകത്ത്. ഒന്ന് ഈ പറയുന്ന ലൈക്ക് ഒരുമിച്ച് മുന്നേറുന്ന ഒരു കഥ, അതിപ്പോ ഓൾറെഡി ഇർഫാൻ പറഞ്ഞു. രണ്ടാമത്തെ ഇന്നലത്തെ ഐ തിങ്ക് 800 ആണെന്ന് തോന്നുന്നു, വുമൻസ് 800-നകത്ത് വീണുപോയി. ലൈക്ക് ചാമ്പ്യനായ ആള് വീണു പോയതിന് ശേഷം ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് അയാൾ, അപ്പൊ അത് കഴിയുമ്പോൾ ക്യാമറ അവരെ സൂം ചെയ്യുന്നുണ്ട്, വളരെ കോൺഫിഡൻസോട് കൂടി. അപ്പൊ ആ വീഴുമ്പോ എനിക്ക് തോന്നുന്നത് ആ മൊത്തം ആ ഹീറ്റ്സ് ആയിരിക്കില്ല, അത് എനിക്ക് തോന്നുന്നത് സെമി ഫൈനൽ സംതിങ് ആയിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പുറയുന്ന 2ാമത്തെ പൊസിഷനിലാണ് ഈ ലേഡി നിന്നത്. അവിടെ നിന്ന് ലൈക്ക് ആ ഒരു ലൈക്ക് എന്താണ്, ഞാൻ വീഴില്ല, ഞാനാണ് ഇതിന്റെ ചാമ്പ്യൻ എന്നൊരു ആറ്റിറ്റ്യൂഡ് അവിടെ നിന്ന് പോയിട്ട് ലൈക്ക് ഫിനിഷിംഗ് ലൈനിൽ എത്തുമ്പോൾ ഐ തിങ്ക് സെക്കൻഡ് ഓർ ഫസ്റ്റ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തത്. സോ അതും നമുക്ക് ലൈക്ക് എന്താ പറയണേ, എന്റെ പ്രൊഡക്റ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പറയുന്ന ബിസിനസ് മോഡലിൽ എനിക്ക് ട്രസ്റ്റ് ഉണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്റെ ടീമിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. വീഴുമായിരിക്കാം, വീണാലും ഞാൻ എഴുന്നേറ്റ് ഓടും. അതും നമുക്കൊരു നല്ല പാഠമായിരുന്നു, ഇന്നലത്തെ ഒളിമ്പിക്സിൽ കണ്ട ഒരു പാഠമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ എങ്ങോട്ടും നോക്കണ്ട, നമ്മുടെ ഇന്ത്യൻ ലൈക്ക് ഹോക്കി ടീമിന്റെ പാഠം കൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്നാമത്തെ തോൽവിയല്ല, അതൊരു ലേണിംഗ് ആയിരുന്നു. സോ ഈ എനിക്ക് തോന്നുന്ന സ്പോർട്സ് നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, ലൈക്ക് പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ലൈക്ക് കോമ്പറ്റീഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഈവൻ വീണാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഐ തിങ്ക് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പഠിച്ച് മുന്നേറാൻ തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യമാണ്, ഇന്നലെയും ഇതുപോലെ ഞാൻ എവിടേക്കോ സിറ്റുവേഷൻ പെട്ടിരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഐ തിങ്ക് ഈ കൂട്ടത്തിൽ ഇപ്പൊ ആളില്ല, സംബഡി വാസ് ഹിയർ, ഐ തിങ്ക് പുള്ളി ഒരു ഡിസ്കഷൻ കൊണ്ടുവന്നിരുന്നു, സ്റ്റാർട്ടപ്പ്. എന്റേത് സ്റ്റാർട്ടപ്പ് ആണോ എന്ന് അറിയില്ല, അങ്ങനെ കുറെ പോയിന്റ് ഒക്കെ പറഞ്ഞു, പേര് റയാൻ ഓർ സംതിങ്. അപ്പൊ അതിനകത്ത് എല്ലാരും പറയാത്തൊരു കാര്യം അന്നേരം ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒത്തിരി ആൾക്കാരിലുണ്ട്. I remember his name was Rocco. I think. റോക്കോ. സോ പക്ഷെ റോക്കോയുടേത് റോക്കോ, എക്സാക്ട്ലി റോക്കോ. അതിന് എനിക്കൊരു കമന്റ് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ബേസിക്കലി റോക്കോ പറഞ്ഞിരുന്നത്, റോക്കോ ആ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ റോക്കോനെ എല്ലാരും പറഞ്ഞു, നീ ഒരു ഓഫീസ് ജോലി ചെയ്യുകയാണ് നല്ലത്, രാവിലെ 9 മണിക്ക് പോയി വൈകുന്നേരം 6 മണിക്ക് വരിക, സോ നിന്റെ ലൈഫ് സ്റ്റേബിൾ ആവും. എനിക്ക് അതിനോടും എനിക്ക് മേ ബി അതിനെ ഹാബിറ്റ് മാറ്റുന്നത്, പക്ഷെ എനിക്കും അതിനും ഓപ്പോസിഷൻ ഐഡിയ ആണ്. ഡിപ്പെൻഡ് മീൻസ് റോക്കോ ഡെലിവറി ചെയ്യാൻ, ഓക്കെ റോക്കോ എന്ന പേര് ഉപയോഗിക്കുന്നില്ല, സോ മിസ്റ്റർ എക്സ് ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ മിസ്റ്റർ എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഹി ഷുഡ് ഡെലിവർ ഇൻ ടൈം. അല്ലെങ്കിൽ പുള്ളിയുടെ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ പുള്ളിയുടെ കമ്പനിയുടെ ആ ഒരു ലൈഫ് സൈക്കിൾ വെച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ഡെലിവറി സ്റ്റാറ്റസ് ഷെഡ്യൂൾ വെച്ച് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ എല്ലാ ദിവസവും ഞാൻ 9 മണിക്ക് വന്ന് വർക്ക് ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത് വർക്ക് ചെയ്യണം, വീണ്ടും എഗെയിൻ ആ ഒരു എന്താ പറയുക ഓഫീസ് ജോബ് അല്ല. ഞാൻ ഓഫീസ് ജോബ് അല്ല, ഞാൻ ഫോക്കസിങ് ഓൺ മൈ പ്രൊഡക്റ്റ്, ഐ എം ഫോക്കസിങ് ഓൺ മൈ കമ്പനി, ഐ എം ഫോക്കസിങ് ഓൺ മൈ ടീം. സോ എന്റെ ടീം എന്റെ കയ്യിൽ നിന്നുള്ള സാധനത്തിന് ഡെലിവറി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, ഐ ഷുഡ് വർക്ക് മേ ബി 6 o'clock സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇല്ല, എന്റെ ടീമിന്റെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ 4 മണിക്കാണെങ്കിൽ എനിക്ക് 30 minutes ഉള്ളെങ്കിൽ ഞാൻ 3:30 കൊടുത്താൽ മതി, ദാറ്റ്സ് ഫൈൻ. സോ എനിക്ക് തോന്നുന്നു ആ ടൈം ബൗണ്ടിനേക്കാൾ കൂടുതൽ ടീമിൽ ഒരുമിച്ചുള്ള മൈൽ സ്റ്റോൺ എന്താണ്, ഞാൻ ചെയ്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ്. പക്ഷെ ഇന്നലത്തെ ടോക്ക് കൂടുതലും പോയത് നിങ്ങൾ 9 മണിക്ക് എഴുന്നേറ്റു അങ്ങനെ ആ ഒരു ഓർഡർ ആവും. അല്ല, ഓർഡർ ആകേണ്ടത് എന്റെ പേഴ്സണൽ പെർസ്പെക്ഷൻ ആട്ടത്, ഓർഡർ ആകേണ്ടത് നിങ്ങളുടെ മൈൽ സ്റ്റോണിലേക്കും നിങ്ങളുടെ ഡെലിവറബിളിലേക്കും നിങ്ങളുടെ കമ്മിറ്റ്മെന്റിലേക്കുമാണ്, ടൈമിലേക്ക് ആകരുത്. കാരണം ടൈമിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ ഒരു ടൈം ബൗണ്ടഡ് ലെവലിലേക്കാണ് പോകുന്നത്. ദാറ്റ്സ് നോട്ട് ദ കൾച്ചർ. നമുക്ക് വേണ്ടത് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണം. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാലും ഈ ലോകത്ത് ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യത്താണ് ഞാൻ സംസാരിക്കുന്നത്. ലൈക്ക് ഇവിടെ എന്താണ് റോബോട്ടിക് കൈൻഡ് ഓഫ് സ്റ്റഫ്, എവറി വൺ ഷുഡ് 9 to 9:30, ഈവൻ IT കമ്പനി ആണെങ്കിൽ 9:30 ചെക്ക് ഇൻ ചെയ്യണം ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുന്ന, ലൈക്ക് ഹെഡ് മാസ്റ്ററിനെ പോലെ ഒരാൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന, മീൻസ് ബുച്ചോ മീൻസ് നമ്മുടെ സെക്ഷൻ ഹെഡ് എന്ന് പറയാം, അയാൾ ഹെഡ് മാസ്റ്ററെ പോലെ ഓപ്പോസിറ്റ് ഇരിക്കും, ബാക്കിയുള്ളവർ കസേരയുടെ അപ്പുറം ഇരിക്കുന്ന ഒരു ഡിഫറെന്റ് കൾച്ചറുകളാണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം. പക്ഷെ അത് ഗ്രാജുവലി മാറി തുടങ്ങി, ഗ്രാജുവലി ആ ചേഞ്ച് വന്നു തുടങ്ങി. അവർക്ക് ഇപ്പൊ പല കോർപ്പറേറ്റ്സ് ലൈക്ക് ആഴ്ചയിൽ 4 ദിവസം മതി വർക്ക് എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ ലൈഫ് ഇല്ല, വർക്ക് മാത്രമേ ഉള്ളൂ.
കാരണം ഏത് കൾച്ചർ വന്നാലും ലൈഫില്ല, അവർക്ക് രാവിലെ 9 മണിക്ക് പോകണം. അതൊരു കൾച്ചറിന്റെ പാട്ടായിരുന്നു. എത്ര ലേറ്റ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ വരുന്നു അത്രയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ കമ്പനിയിൽ നിന്ന് എന്ന് ആരോ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണ റൂള്. സോ ആളുകൾ 9 മണിക്ക് ഓഫീസിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ പോലും അടുത്തുള്ള കോഫി ഷോപ്പിൽ പോയിരിക്കും, എന്നിട്ട് 8:30 കഴിഞ്ഞിട്ട് എത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വൈഫുകളുടെ ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡ് ഇന്നലെ 10 മണിക്കാണ് വന്നത്, ദാറ്റ് മീൻസ് ഹീസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ കമ്പനി. ആ ഒരു കൾച്ചർ കാരണം ലൈഫേ ഇല്ലാത്തൊരു സ്ഥലമാണ്. സോ എനിക്ക് തോന്നുന്നു ആ ടൈമിങ് അതല്ല ഇമ്പോർട്ടന്റ്. നമ്മളുടെ ബിസിനസ് പ്ലാനിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഡെലിവറബിൾസ് എന്താണ്, നമ്മുടെ ബിസിനസ് പ്ലാനിൽ നമ്മൾ വെച്ചിരിക്കുന്ന കമ്മിറ്റ്മെന്റ് എന്താണ്, അതിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം പറഞ്ഞാൽ നിർത്തിക്കോളാം, കാരണം ഞാനൊരു പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത് ഇൻബിറ്റ്. അതായത് പിന്നെ ഒരു കാര്യം വെച്ചാൽ അത് സ്റ്റാർട്ടപ്പ് അല്ല എന്ന് ആരോ പറഞ്ഞിരുന്നില്ല, അതും അവിടെ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടപ്പിനെ സ്കെയിലബിലിറ്റി വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ പോലും എല്ലാവരും വാട്ട് എന്നുള്ളൊരു ആൻസർ എല്ലാവർക്കും ഉണ്ട്. വൈ മിസ്റ്റർ എക്സ് ഇസ് ഡൂയിങ് എന്നതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് മിസ്റ്റർ എക്സിന് മാത്രം ആഡ് ചെയ്യാൻ പറ്റുന്ന സംതിങ് ഈസ് ദർ, എങ്കിൽ ഹി ക്യാൻ ക്വാളിഫൈ ഇൻ സ്റ്റാർട്ടപ്പ് ടൈം, ഹി ക്യാൻ സ്കെയിൽ ഇറ്റ് അപ്പ്. ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും മസാല ദോശ ഉണ്ടാക്കണം, ഞാനും മസാല ദോശ ഉണ്ടാക്കി, എനിക്ക് സ്വന്തമായിട്ട് ആ മസാല ദോശയിലേക്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറഞ്ഞ ഒരു കോപ്പി ക്യാറ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് സോസ് ഉണ്ടെങ്കിൽ ആ സീക്രട്ട് സോസ് എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് മസാല ദോശയല്ല, എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ സ്റ്റാർട്ടപ്പ് തന്നെ കൊണ്ടുവരുന്നത്. ഞാൻ ഈ സീക്രട്ട് സോസ് മാത്രം വെച്ചിട്ടൊരു 100 മസാല കമ്പനിയിലേക്ക് ഞാൻ എന്റെ ഈ സോസിനെ മാത്രം വെച്ച് സ്കെയിൽ ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ സ്റ്റാർട്ടപ്പായി, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ എന്നുള്ളതിനകത്ത് എന്റെ കയ്യിലായിരിക്കും ആ സീക്രട്ട് സോസ്. അതുകൊണ്ടാണ് ഞാൻ വൈ എന്നുള്ളതിന് ആൻസർ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പിലേക്ക് ക്ലിയർ ആയിട്ട് പോകാം. പലപ്പോഴും ആളുകൾ കൊണ്ടുവരുന്നത് വാട്ട് എന്നുള്ളതിന് ആൻസർ ഉണ്ട്, എന്താണ് എന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, വൈ മീ എന്നുള്ളതിന് ആൻസർ ഉണ്ടാവില്ല. അത് മേ ബി ഇപ്പൊ ഈ ക്ലബ് ഹൗസിന്റെ കഥയിനകത്ത് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് പറയണ്ടേ, ഓരോരുത്തരും പറയേണ്ട ഒരു ആൻസർ ഉണ്ട്, എന്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്യണം. ആദ്യം വിസി പറഞ്ഞ പോലെ ഞാൻ ജോലിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആണ് വിസി പറഞ്ഞ പോയിന്റ്. അല്ല, ഞാൻ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, എനിക്കിത് സോൾവ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ കണ്ടൊരു പ്രോബ്ലം, ഞാൻ ആയിരിക്കാം ഈ പ്രോബ്ലത്തിന് ഇങ്ങനെ ആദ്യം ചിന്തിച്ചേ, എനിക്കത് സോൾവ് ചെയ്യാനുള്ള ഈ സ്കില്ലുണ്ട്. അങ്ങനെ ഒരു ആൻസറിലേക്ക് എനിക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറഞ്ഞ 3 സർക്കിൾ വരയ്ക്കണം എന്നാണ് പറയുന്നത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആള്. അതിന് മുമ്പ് ആദ്യം ഏറ്റവും പുറത്ത് ലൈക്ക് നടുക്കത്തെ സർക്കാണ് വാട്ട് എന്നുള്ളത്, അതിന് ആൻസർ മിക്കവാറും കിട്ടും. ഏറ്റവും ഔട്ടർ ആണ് ഹൗ എന്നുള്ളത്, അതിന് ടെക്നോളജി ടീം ഉണ്ടെന്ന് കിട്ടും. ഏറ്റവും ഇൻസൈഡ് സർക്കിൾ ആണ് വൈ എന്നുള്ളത്, എന്തിനാണ് ഞാൻ ഇത് ചെയ്യണത് എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഹിയർ. നമ്മളെല്ലാവരും വലിയ സക്സസ് സ്റ്റോറി പറയാനാണ്, ബൈജു രവീന്ദ്രന്റെ കഥ പറയും, ഓയോയുടെ കഥ പറയും. പക്ഷേ ഈവൻ ഇന്നലെ ഊബറിന്റെ കഥയാണ് ഇവിടെ കേട്ട്. ഊബറിന്റെ കഥയ്ക്കകത്ത് ഊബറിന്റെ ഫൗണ്ടറെ മാറ്റി സിഇഒ വന്ന കാര്യമല്ല, മീൻസ് അവിടെയും ഒരു എന്താ പറയുക ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, കൾച്ചറൽ ചേഞ്ച് അവർ വരുത്തി. ഊബർ ആദ്യം കൺസെപ്റ്റ് വെച്ചിരുന്ന കഥ അയച്ചു അവര് ലൈക്ക് അവര് സോൾവ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവർ അവിടെ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാർക്കറ്റ് ടൈം വാസ് റൈറ്റ്. ലൈക്ക് യു എസിൽ ഒരു എന്താ പറയുക .com അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, .com അല്ല, യു എസ് ഒരു എക്കണോമിക് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് സെക്കൻഡറി റവന്യൂ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പുള്ളി പിച്ച് ചെയ്ത് ആളുകളുടെ അടുത്ത്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡറി റവന്യൂ ഉണ്ട്. രണ്ടാമത് ആളുകളിലേക്ക് അവിടെ നമ്മുടെ നാട്ടിലെ പ്രോബ്ലം അയക്കാൻ അണ്ടർസ്റ്റാൻഡ് നമ്മൾ ടാക്സി സ്റ്റാൻഡിൽ പോകണമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള യു എസ് ആണെങ്കിൽ നമുക്ക് വഴിയിൽ നിന്ന് സ്റ്റാൻഡ് അങ്ങനത്തെ ഒരു ടാക്സി സ്റ്റാൻഡ് കൺസെപ്റ്റ് അവിടെ അത്ര ഉണ്ടായിരുന്നില്ല, നമുക്കേ ഉണ്ടായിരുന്നില്ല കൾച്ചർ. പക്ഷേ ആർക്കും ആളെ വെച്ച് ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ ലിഫ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു സാധനത്തിന് മണി ഉണ്ടാക്കി എടുക്കാം, നിങ്ങൾക്കൊരു എക്സ്ട്രാ റവന്യൂ, അത് ആദ്യത്തെ പിച്ച് ചെയ്തു. രണ്ടാമത് ഇത്രയും വലിയ യൂസർ ബേസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കൺസെപ്റ്റ് അയാൾ ഫിക്സ് ചെയ്തു. മൂന്നാമത് അയാളുടെ ബിസിനസ് മോഡൽ സിമ്പിൾ ആയിരുന്നു. ആള് മാത്രമല്ല, ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ന്യൂ എക്കോസിസ്റ്റം ഫോർ അസറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അത് ആദ്യം അയാൾ ഒരു ടാക്സി വഴി കൊണ്ടുവന്നു. നെക്സ്റ്റ് അവർ ഇപ്പൊ ഊബർ ഈറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി നാളെ മുതൽ ലോജിസ്റ്റിക്സ് അടക്കമുള്ള എല്ലാ സാധനം ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് അടക്കമുള്ള ദാറ്റ് ഇസ് എ ബിസിനസ് വിഷൻ. ഞാൻ ഇപ്പൊ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയെ ഞാൻ കൂടുതലും കസ്റ്റമർ സെൻട്രിക് ആക്കി മാറ്റി ഒരു എന്താ പറഞ്ഞ മൈ വിഷൻ ഈസ് ടു മൂവ് അസറ്റ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ വിത്ത് ബൈ യൂസിങ് ടെക്നോളജി വിത്ത് മാക്സിമം ഈസിനെസ്. അതായിരുന്നു പുള്ളി മുന്നോട്ട് വെച്ച ഒരു ആശയം. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊക്കെ ഉള്ള അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഞാൻ ടാക്സ് സ്റ്റാൻഡിൽ പോകണ്ട, എനിക്ക് എവിടെ നിന്നോടത്ത് നിന്ന് വന്നു. സോ ഭയങ്കര യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ ഞാനാണ് സർവീസിന് പൈസ കൊടുക്കുന്നത്, സോ എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുള്ള ഫീൽ ഉണ്ടാക്കി. ഇനിഷ്യലി ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചോറ്റാനിക്കരയിൽ നിന്ന് എറണാകുളം വരെ വരാനായിട്ട് 60 രൂപ കൊടുത്തുള്ളൂ. സോ ആ മണി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് യൂസറെ മേടിച്ചത്. യൂസർ ആയിരുന്നു അവിടുത്തെ വാല്യൂ അഡീഷൻ. യൂസർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്, യൂസർ വേണമെങ്കിൽ ഓരോ ഡ്രൈവർമാരും ഈ ആപ്പ് വേണമെന്നായി. സോ ഓട്ടോമാറ്റിക്കലി ആദ്യം ഡ്രൈവർമാർക്ക് പൈസ കൊടുത്താണ് അവർ എക്കോസിസ്റ്റം ഉണ്ടാക്കിയത്, ഡ്രൈവർമാർക്ക് ജോയിനിങ് ബോണസ്. പക്ഷെ ആ എക്കോസിസ്റ്റം ഉണ്ടാക്കാനുള്ള പൈസ ഇൻവെസ്റ്റേഴ്സ് ഇട്ടുകൊടുക്കാൻ വേണ്ടി അവൻ പ്രസന്റ് ചെയ്ത ഒരു ബിസിനസ് മോഡലാണ് അവിടുത്തെ സക്സസ് പോയിന്റ്. ഇപ്പൊ ബേസിക്കലി അല്ലാതെ അത് കഴിഞ്ഞപ്പോൾ ലൈക്ക് നമ്മൾ ആദ്യം ഒരു ടാക്സി മാത്രമേ കണ്ടുള്ളൂ, ബട്ട് ഗ്രാജുവലി ഇറ്റ് ഈസ് കമ്മിങ് എവറിത്തിങ് ഇൻക്ലൂഡിങ് എവറി ഡെലിവറി അവർ കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു. ഞാൻ അത് ഇന്നലെ തൊട്ട് പറയണമെന്നായിരുന്നു. ഇന്നലെ എനിക്ക് ഒത്തിരി പേര് ക്യൂലുള്ളതുകൊണ്ട് ഞാൻ ടൈം എടുത്തില്ല. സോ അത് ഇന്നലെ പറയേണ്ട ആൻസർ ആയിരുന്നു. അപ്പൊ അത് ഞാൻ ഇന്ന് ജസ്റ്റ് ആൻസർ ചെയ്യുന്നുള്ളൂ. താങ്ക് യു.
Excellent, excellent, TB. Thank you so much for adding, multiple sides, or multiple dimensions to to the topic. ഇന്നത്തെ ബിസിനസ് കേരളയുടെ ഈ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അറിയേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ വ്യത്യസ്ത വശങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പ്രധാനമായും മുന്നോട്ട് കാണുന്നത് ഒരു ഹെൽത്തി കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റ് എങ്ങനെയായിരിക്കണം, ഒരു ഹെൽത്തി കോമ്പറ്റീഷനെ പറ്റിയിട്ട് എങ്ങനെയായിരിക്കണം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറും മനസ്സിൽ കാണേണ്ടത് എന്നുള്ള ഒരു ഫോക്കസ് പോയിന്റിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ, അനുഭവങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും സ്പീക്കർ പാനലുള്ളവർക്ക് അവരുടെ വാല്യൂ അഡീഷൻ ഈ ഒരു പോയിന്റിലേക്ക് നൽകാവുന്നതാണ്. പ്ലീസ് ഫീൽ ഫ്രീ. ആരാണ് റെഡി എന്നുള്ളത് അനുസരിച്ച് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ ഹലോ ഹലോ. കേൾക്കുന്നുണ്ട്? എൻ്റെ പേര് ജോർജ്. കേൾക്കാം, പറഞ്ഞോളൂ പ്ലീസ്. എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു മേജർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകൾക്കും ബേസിക്കായിട്ട് അവരുടെ കോസ്റ്റിങ്ങിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിൻ്റെ ഈ കോമ്പറ്റീഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുന്ന നേരത്ത് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ തന്നെയായിരിക്കും അതിൽ എംപ്ലോയി, അല്ലെങ്കിൽ നമ്മുടെ 1-2 വീട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വളരെ ചെറിയ ഫ്രണ്ട്സ്. ഇതായിരിക്കും നമ്മൾ സ്റ്റാർട്ടപ്പ് എന്നുള്ള പാഷനിൽ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെൻസസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കാര്യം. അപ്പം നമുക്ക് ഇത് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പണം വേണം എന്നുള്ള ചിന്ത പലപ്പോഴും പല ആളുകൾക്കും ഇല്ല. നമ്മൾ പല ആളുകളുടെയും എന്തുകൊണ്ട് ഒരു ഇന്ത്യയുടെ ഒരു ഭാഗ്യം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് ആ പ്രൊഫഷണൽസ് ബേസിക്കായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്ത കാരണമാണ് ഇന്ന് TCSനും വിപ്രോനും ഒക്കെ വേൾഡ് ക്ലാസ് കമ്പനീസ് ആയിട്ട് മാറാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബില്ലിംഗ് ഒക്കെ ഒരു പരിധി വരെയെങ്കിലും ഒരു പ്രൊഫഷണൽ അപ്രോച്ചോട് ചെയ്തു. അതേസമയം ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലുള്ള പല ആളുകളും, ഒരാൾ 100 രൂപയ്ക്ക് വിൽക്കുന്നു, അപ്പം ഞാൻ 99 രൂപയ്ക്ക് വിൽക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ 98 രൂപയ്ക്ക് വിൽക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവൻ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, അത് 99 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നു എന്നുള്ളത് അണ്ട് ഒരു കോസ്റ്റിംഗ് എന്ന് പറഞ്ഞുള്ള സംഭവത്തെക്കുറിച്ചുള്ള ഒരു ബോധം പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഈ സിൻഡിക്കേറ്റിൻ്റെ കാര്യം പറഞ്ഞതിൽ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സിൻഡിക്കേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് പലപ്പോഴും ഉള്ളൊരു പ്രശ്നം. ഇപ്പം ഞാൻ തന്നെ അതിലൊരു എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ 3-4-5 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അന്ന് ഫ്രീ ആയിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് പ്ലാസ്റ്റിക് കവർ കൊടുക്കുമ്പോൾ നമ്മളിത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊല്ലം നമ്മളുടെ കയ്യിൽ നിന്ന് മോർ ദാൻ 1,00,000 രൂപ എൻ്റെ ഒരു ചെറിയ കടയിൽ തന്നെ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് ചിലവാകുന്നതായിട്ട് എൻ്റെ കണക്കുകൾ കാണിക്കുവാണ്. അപ്പം ഞാൻ ഈ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അപ്പോൾ ഇവരെ പലരെയും ഞാൻ പല കല്യാണത്തിനൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഇത് എന്ന് പറയും. 3-4 മാസം ഇവരോട് പലപ്പോഴായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അതിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ 1-ാം തീയതി തുടങ്ങി ഈ ഇതിന് കാശ് മേടിക്കാൻ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഐ വിൽ ആൾസോ ഡു. അങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന് ഇതിലൊക്കെ റെവല്യൂഷനൊക്കെ വരുന്നതിന് മുമ്പാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ബേസിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന പണത്തിന്. അതുപോലെ തന്നെ മിനിമം എത്ര ഉണ്ടായിരിക്കണം നമ്മുടെ പ്രോഫിറ്റ്, ഇത്ര ഉണ്ടായാലേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പഠനമില്ല. ഇപ്പം നേരത്തെ ജപ്പാനിൽ നിന്ന് പറഞ്ഞ ആൾ തന്നെ കോമ്പറ്റീഷൻ സിൻഡിക്കേഷൻ അല്ല ഉദ്ദേശിക്കേണ്ടത്. അൺഹെൽത്തി ആയിട്ട് ഒരു ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്രോത്തിന് ഏത് ഓർഗനൈസേഷനും പ്രോഫിറ്റ് ഉണ്ടാവണം. പ്രോഫിറ്റ് ഇല്ലാണ്ട് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ചില നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 1%, 1.5% ഒക്കെയാണ് പ്രോഫിറ്റ്. അവർക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അവരുടെ എംപ്ലോയീസിന് ഒരു നല്ല സാലറി റൈസ് കൊടുക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. അവർ വയസ്സായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ബാക്കി കടവും കുറേ ലോൺസും മാത്രമായിരിക്കും ബാക്കി. ഇപ്പം നമ്മൾ ജർമ്മൻ കമ്പനീസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സിനൊക്കെ ഹൈലി പ്രൈസ്ഡ് ആണ്. പക്ഷേ അവരുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ ബുക്ക് അക്കൗണ്ട്സോ നോക്കിയാൽ അതിലൊന്നും ലയബിലിറ്റി സൈഡ് ഉണ്ടാവില്ല. എല്ലാം സെൽഫ് ഫണ്ടഡ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു അവർ ട്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് ഫണ്ടഡ് ആയിട്ട് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യും.
ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ കമ്പനികൾ എന്ന് പറയുന്ന ടാറ്റ, TCS ആയാലും വിപ്രോ ആയാലും ഇവർക്ക് നമ്മൾ ഇന്ന് വരെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ചിലരൊക്കെ ട്രൈ ചെയ്ത്, ഇപ്പൊ എനിക്ക് TCS ഈസ് ട്രൈ ഒരു 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 പ്രൊഡക്റ്റ്, ഇപ്പൊ ടാലി പോലെ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ലോഞ്ച് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് എവറി വൺ ഈസ് ഡൂയിങ് വാട്ട് ഈസ് ഒരു ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ഇൻഫോസിസിന് ഇപ്പൊ ഒരു ബാങ്കിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ജനറലായിട്ട് ആളുകൾ പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും GST ഇത്രയും കണിശമായിട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തയ്യാറായിട്ട് പോലും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇന്ന് വരെ പിടികിട്ടാത്തതാണ്. ടാലി സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ വേറെ തരത്തിൽ സാസ് പ്ലാറ്റ്ഫോമിലെല്ലാം കുറെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിലെല്ലാം എന്തോ പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാസ് മാർക്കറ്റിന് ഇറക്കാനായിട്ട് ഇന്ത്യൻ കമ്പനീസ്, സോഫ്റ്റ്വെയർ കമ്പനീസ് വരെ തയ്യാറായിട്ടില്ല. ഇതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു. Thank you, George. You well said, many facts, and തീർച്ചയായിട്ടും ഈ ഒരു ആസ്പെക്റ്റിലേക്ക് കൂടുതൽ പേർക്ക് അവരുടെ ഒരു ഇൻസൈറ്റ്സും ഐഡിയാസും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാൻ ഉണ്ടാകും. തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 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 പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണെങ്കിലും ഇവനൊരു സർവീസ് ആണെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി ഡെലിവറബിൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് വേണ്ടുന്ന ഒരു മിനിമം കോസ്റ്റ് ആസ്പെക്ടിനെയും ആ കോസ്റ്റിന് മേലെ നമ്മൾ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ സ്റ്റാഫ് ആണെങ്കിലും ഈ കമ്പനിയുടെ തന്നെ സസ്റ്റൈനബിൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് വിഷനോട് കൂടി കാര്യങ്ങൾ പ്രൈസിങ് ചെയ്യുന്നതിൽ വളരെ വളരെ പ്രധാനമാണ്. അതൊരു ഒരു അണ്ടർകോട്ട് എന്ന് പറയുന്ന ഒരു ഒരു പ്രവണത എത്രത്തോളം പരസ്പരം കില്ല് ചെയ്യും എന്നുള്ളതും, എന്നാൽ അതേസമയം ഒരു ഇന്നോവേഷനെ സഹായിക്കുന്ന രീതിയിലേക്ക് കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കമ്പനികൾ പരസ്പരം മത്സരിക്കുവാനും ടെക്നോളജി ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും അതോടൊപ്പം പുതിയ വെൻഡേഴ്സിനെയും റോ മെറ്റീരിയൽ സോഴ്സിങ്ങിനെയും ആ രീതിയിലേക്ക് കാണുവാനൊക്കെ ഉള്ള ശ്രമം നടക്കുമ്പോൾ അത് വളരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാൽ പരസ്പരം കോമ്പറ്റീഷനെ കില്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം പ്രൈസിങ്ങിൽ വളരെ അണ്ടർ പ്രൈസ് ചെയ്യുന്ന കാര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അത് എത്രത്തോളം ഹെൽത്തിയാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, നല്ല പുതിയ ടെക്നോളജി ഇന്നോവേഷൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ പോലും ആദ്യ സമയങ്ങളിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഒരു ഫസ്റ്റ് ഒന്നോ രണ്ടോ ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ ഇനിഷ്യൽ കുറച്ച് ഇൻസ്റ്റലേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ലോ കോസ്റ്റിൽ വളരെ നഷ്ടം സഹിച്ചുകൊണ്ട് കൊടുക്കുകയും, അപ്പം ഒരു പുതിയ ടെക്നോളജി പുതിയ ഒരു ഒരു പ്രൊഡക്റ്റോ ആണെങ്കിൽ ആ ഒരു പ്രൈസിങ് അതിന്റെ ഒരു റെഫറൻസ് പ്രൈസ് ആയിട്ട് മാറുകയും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ ഒരു പ്രൈസിങ്ങിലേക്ക് വരാൻ തന്നെ അത് പ്രയാസം നേരിടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം അവസ്ഥയിൽ ഉൾപ്പെടെ നമ്മുടെ ഈ കൃത്യമായ ഒരു സ്ട്രാറ്റജി കാണേണ്ടതുണ്ട്. ലോങ് ടേമിൽ നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതിന് നമ്മൾ ചില രീതികൾ, മെത്തേഡ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ കരുതാം. ഓവർ ടു അതർ സ്പീക്കേഴ്സ്. ഒരു ഹെൽത്തി കോമ്പറ്റീറ്റീവ് ആംബിയൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിലേക്കാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ശ്രദ്ധ കേന്ദ്രം, ഇന്നത്തെ വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ളവരുണ്ടാവും, സംശയങ്ങൾ ചോദിക്കാനുള്ളവരുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ പേർ ഈ ഒരു ചർച്ചയിലേക്ക് കടന്നു വരണമെന്നാണ് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ ചർച്ചയിലേക്ക് കൂടുതൽ പേരുടെ സാന്നിധ്യം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് പ്ലസ് ബട്ടണിൽ നിന്നും കൂടുതൽ പേരെ പിങ് ചെയ്യുക. അതുവഴി നമ്മുടെ ഈ ചർച്ചയിലേക്ക് കൂടുതൽ മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്യാൻ ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, മറ്റ് സ്പീക്കേഴ്സിന് ഈ ഒരു വിഷയത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് മോർണിംഗ് MSS. ഹലോ, MSS അൺമ്യൂട്ട് ആണ്. കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ശ്രീമാർ സാറ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. സാറ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. നെറ്റ്വർക്ക് എനിക്ക് തോന്നുന്നു ഈ ഹെൽത്തി കോമ്പറ്റീഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു അനുഭവം ഞാൻ പറയാം.
യെസ് പ്ലീസ്. ഞങ്ങൾക്ക് ഈ വാട്ടർ പ്യൂരിഫയർ ചെയ്യുന്നവരെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങളൊരു അസോസിയേഷൻ ഉണ്ടാക്കി. ഇപ്പോഴും അത് സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിനകത്തുള്ളവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്നാലും അവിടെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഏകദേശം 8-9 വർഷം മുമ്പ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു, ഞാൻ അതിന്റെ ഒരു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിനൊന്ന് കുറച്ച് വിട്ടു നിൽക്കുകയാണ്. എന്നാൽ പോലും അവിടെ സംഭവിച്ച ഒരു കാര്യം ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം. അവിടെ ഞങ്ങള് ഈ അസോസിയേഷൻ ഉണ്ടാക്കിയപ്പോൾ ആദ്യം തീരുമാനിച്ചിരുന്നത് റീറ്റെയിൽ ചെയ്യുന്നവർ മാത്രം മതി, ഈ മേഖലയിൽ റീറ്റെയിൽ ചെയ്യുന്നവർ മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അതൊരു ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് അവിടെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനോട്ട് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയല്ല, ഞങ്ങള് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു നടപടി, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ് ഇതുവരെ ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിങ്ങനെ ഒരു ഓർഗനൈസേഷനായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനെ കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഏകീകൃത പ്രൈസ് സംവിധാനവും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലേക്ക് വന്നില്ല. അപ്പം അതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഹെൽത്തി കോമ്പറ്റീഷന് വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്കോ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തയ്യാറെടുക്കുകയോ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ എന്തായാലും, നമ്മളൊരു 100 പേരെ ഇൻവൈറ്റ് ചെയ്താൽ അതിനകത്ത് 20-10 പേര്, 10-20 ഇടയ്ക്കുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി 80 പേര് വളരെ സ്ട്രോങ് ആയിട്ട്, ചിലരാണെങ്കിൽ ഈ ബാക്കി പോയ ഒരു 20 പേരെ നോക്കി അവരുടെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് അതല്ല, ബാക്കി 80 പേർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഇപ്പോഴും സ്റ്റിൽ ആ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നുണ്ട്. അതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ നിൽക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരേ തരത്തിലുള്ള ആൾക്കാർ തന്നെയാണോ ആ തോണി യാത്ര ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ പക്രു ചേട്ടന്റെ ഇന്റർവ്യൂ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ വൈഫും താനും കൂടെ പോയപ്പോൾ തോണി മറിഞ്ഞ ഒരു കഥ പറയുന്നുണ്ട്. ഞാൻ അത് പറയുന്നില്ല, എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും കേട്ട് കാണും പലരും. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് തോണി യാത്ര ചെയ്യാൻ അറിയാം, വൈഫിന് അറിയത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരേ തോണിയിൽ തന്നെ യാത്ര ചെയ്യുന്നവരാണോ, ഒരേ ഫീൽഡിൽ തന്നെ ഉള്ളവരാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോൾസെയിലേഴ്സ് അതിനകത്ത് വേണോ, അത് റീറ്റെയിലേഴ്സ് മാത്രം മതിയോ, അത് ഇതൊന്നുമല്ല നിങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാർ മാത്രമാണോ എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. ആ മേഖലയുള്ളവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു ഏകീകൃതമായിട്ടൊരു സംവിധാനം, ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ 2-3 എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തുഴഞ്ഞുകൊണ്ട് പോകാനും ഒക്കെ ഒരേപോലെ എളുപ്പമായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. താങ്ക് യു. താങ്ക് യു ബിസി. അത് കൃത്യമായൊരു മെസ്സേജ് ആണ്. റൈറ്റ്. MSS മടങ്ങി വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ഓക്കെ ആണോ? ഹലോ, ജോർജ് പ്ലീസ് സംസാരിച്ചോളൂ. ഞാനിപ്പോ പുള്ളി പറഞ്ഞതിനോട് ഉള്ള ഒരു ഇതാണ്, ഇതിൽ ബേസിക് ആയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അതിലിരിക്കുന്നവർക്കെല്ലാം ഒരു അവരുടേതായ ചില കോൺസെപ്റ്റ്സും തോട്ട് പ്രോസസ്സും ഉണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് ഇപ്പോൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്ന് പറയുന്ന ആളുകളൊക്കെ അതിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കും. ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷനൊന്നും ഈ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നുള്ള പരിപാടി ആദ്യം തന്നെ നിർത്തണം. അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്. അപ്പൊ അതിന് പകരമായിട്ട് ഒരു 10 പേര് അല്ലെങ്കിൽ 5 പേരുടെ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കി കൂടുതൽ ആളുകളെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ 100 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 5 പേര് 5 പേർക്ക് ഒരാളെങ്കിലും നല്ല കഴിവുള്ള ആളുകളുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ അവര് പ്രസിഡന്റ്, സെക്രട്ടറി അല്ലാത്തടത്തോളം കാലം അവര് അതിൽ ഇൻവോൾവ്മെന്റ് വളരെ കുറച്ച് നിർത്തും, മിനിമൈസ് ചെയ്യും. അപ്പൊ നമ്മളായാലും ഇപ്പൊ വിസി പറഞ്ഞ മാതിരി ഞാൻ അത്ര ഇൻവോൾവ് അല്ല എന്ന് പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എംപവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എംപവേർഡ് ആയാലാണ്, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ എന്റർപ്രണേഴ്സ് ആയിരിക്കും ബേസിക്കലി. ആരും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിലുള്ളവരല്ല, ബേസിക്കലായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് മെന്റാലിറ്റി ഉള്ളവരായിരിക്കും, ഹൈലി പവർഫുൾ ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉള്ളവരായിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. തോട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസൺ ചെയ്യണമെന്ന് ബാക്കിയുള്ളവർക്ക് അവരുടെ വ്യൂ പോയിന്റ് ആയിട്ട് തെറ്റും. അതേസമയം ഈ പറയുന്ന ഈ ചെറിയ ഗ്രൂപ്പിന്റെ ലീഡർഷിപ്പ് അവർക്ക് കൊടുത്തിട്ട് അവിടുന്ന് അവരെ കൊണ്ട് ബാക്കിയുള്ളവരും കൂടി ഇൻവോൾവ് ചെയ്യിക്കാനായിട്ടുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഇത് കുറേയും കൂടിയും എഫക്റ്റീവ് ആവും. ഇതിൽ വേറെ കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇതിൽ
പണത്തിൻ്റെ ഒരു കാര്യം ഉണ്ട്. പക്ഷെ ഈ പണം എന്ന് പറയുന്ന സാധനം ഇവരെ മൈൻഡ് ട്രെയിൻ ചെയ്യാതെ ഇവർക്ക് മനസ്സിലാവില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ 5 പിള്ളേരുണ്ടെങ്കിൽ 5 പിള്ളേരും ഒരു പണം കൈകാര്യം ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിലും അവരുടെ തോട്ട് പ്രോസസ്സും വളരെ വ്യത്യാസമുണ്ട്. അപ്പം ഇത് ഒരു പ്രത്യേകിച്ച് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവുമ്പോൾ എപ്പോഴും സസ്പീഷ്യസ് ആണ്. അവൻ എനിക്കിട്ട് പണിയാനാണോ ഇത് പണിയും. അപ്പൊ ഇതിന് എന്തെങ്കിലും ഈ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റീവായിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രമേ ഇവർ ഈ അസോസിയേഷനിൽ നിൽക്കുള്ളൂ. അതായത് അസോസിയേഷന്റെ ലൈനിലേക്ക് ഫോളോ അപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ബൾക്ക് ബൈയിങ് ഓഫ് ഈ പറയുന്ന റോ മെറ്റീരിയൽ മേടിച്ച് നമുക്ക്, അതായത് ആ 100 പേര് കൂടി മേടിക്കുന്ന റോ മെറ്റീരിയൽ ഈ അസോസിയേഷന്റെ തീരുമാനങ്ങളോട് ബാധ്യതയോടുകൂടി നിൽക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അത് സപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ വെച്ചാൽ അവർ ടാഗിൻ ലൈൻ ചെയ്യും. അതൊന്ന്. രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ 10 പേർക്ക്, ഇപ്പം 100 പേരുള്ള അസോസിയേഷൻ ചിലപ്പോൾ 10 പേര് അഡ്വർടൈസ്മെന്റ് മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ 10 പേര് കൂടി സ്പേസ് ഒപ്പം മേടിച്ചാൽ ഒരു ലിവറേജിങ് ഏത് അഡ്വർടൈസ്മെന്റ് മീഡിയയിൽ നിന്നും കിട്ടും. അപ്പൊ അതിനുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്തിക്സ് വേണം. ഒന്ന്, ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഓഫീസ് വേണം. അതായത് നമ്മുടെ എംപ്ലോയീസ് അല്ല, ഫുൾ ടൈം പെയ്ഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ വെക്കണം. ഇത് എന്നാൽ മാത്രമാണ്, അല്ലാണ്ട് ഇതിന് എല്ലാവർക്കും പല ആളുകളും ബിസിനസിന്റെ തിരക്കിൽ ഇതൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ടൈ പോലത്തെ ഓർഗനൈസേഷനൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും റിട്ടയർഡ് ആളുകളെ ആയിരിക്കും അവർ അവിടെ ഇരുത്തിയിരിക്കും. ഇപ്പൊ CIA പോലത്തെ ചെറിയ ഓർഗനൈസേഷൻ ആയാലും വലിയ ഓർഗനൈസേഷൻ ആയാലും കട്ടിലിന് 4 കാല് വേണമെന്ന് പറയുന്ന മാതിരി ഈ ഓർഗനൈസേഷൻ റൺ ചെയ്യാനായിട്ട് ഫുൾ ടൈം ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണം. അത് ഒരാളായതിന് രണ്ടാൾ മിനിമം, ഒരു അസിസ്റ്റന്റും ഒരാളും. അവർ നല്ല ഡ്രൈവ് ഉള്ളവർ, ഈ 10-100 ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള, അതായത് സംസാരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഫോൾ ഇൻ ലൈൻ അവരുടെ വിഷമങ്ങൾ കേൾക്കാനും അത് കോഡീകരിച്ച് ബാക്കിയുള്ള ബോർഡ് മെമ്പേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കാനുമുള്ള ഒരു ഇത് വേണം. പിന്നെ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്ന മാതിരി ഒരു മനുഷ്യജന്മം ഇവോൾവ് ചെയ്ത് വരണമെങ്കിൽ ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 3-4 ഇയേഴ്സ് ടു സ്റ്റെബിലൈസ്. അപ്പോഴാണ് നമ്മൾ ആ കൊച്ചു തന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത്, പിന്നെ ഗൃഹപാഠം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 4 കൊല്ലം ഇതിലുള്ള ടോപ്പിലിരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോയാലാണ് ഇങ്ങനെയുള്ള ഈ ലൂസ് കോൺഫെഡറേഷൻസ് നിൽക്കുള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെ പിന്നിൽ ദർ ഷുഡ് ബി വൺ ലീഡർ അറ്റ്ലീസ്റ്റ് ടു ഡ്രൈവ് ദി ഓർഗനൈസേഷൻ. ആളില്ലാതെ നമ്മൾ ഏത് ഓർഗനൈസേഷൻ, എത്രയും വലിയ ഓർഗനൈസേഷനെ നോക്കിയാലും സംബഡി ഈസ് പുട്ടിങ് പെയിൻ ഓൺ ഇറ്റ്. അയാൾ ഇപ്പം നമ്മൾ ഇൻഫോസിസിൽ ഇപ്പം 6 ഫൗണ്ടിങ് ഡയറക്ടേഴ്സ് ഉണ്ടായാലും അതിൽ 6 പേരിനും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അവസാനം നാരായണമൂർത്തിനെ തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് തന്നെ എൻ്റെ കാര്യം, ഈ 6 പേര്. അപ്പൊ ഒരിക്കലും അപ്പൊ അതിൽ ഒരാൾ പെയിൻ എടുക്കേണ്ട വരും. ഈ പെയിൻ എടുക്കണ സെലക്ട് ചെയ്യുന്ന ആള് ഷുഡ് ബി റിയൽ ലീഡർ ടു ലീഡ് ദി ഷോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജോർജ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജോർജോട് സൂചിപ്പിച്ചു. ഒരുപാട് എനിക്ക് തോന്നുന്നു പ്രായോഗികമായിട്ട് തന്നെ പല കാര്യങ്ങളും അതിലുണ്ട് എന്നുള്ളതാണ്. വിസി, വുഡ് യു ലൈക്ക് ടു റെസ്പോണ്ട്? ഐ സോ യു അൺമ്യൂട്ടിംഗ്. തീർച്ചയായിട്ടും ജോർജ് പറഞ്ഞതിനകത്ത് എനിക്കൊരു അദ്ദേഹം പറഞ്ഞതിനകത്ത് 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കാരണം അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും അത് തന്നെ വന്നു. കാരണം ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതുമായിട്ട് ഞാനതിങ്ങനെ ഇവിടെ ചിരിക്കുകയായിരുന്നു അത് കേട്ടോണ്ട് തന്നെ. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചൊരു കാര്യം, വളരെ നൈസായിട്ട് ചില കുട്ടു കൊടുക്കുന്നതൊക്കെ നമ്മൾ പറയുന്നത്. അതെ 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 തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്ന ഒരു കാര്യം ഇതുപോലെ വളരെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു ഓർഗനൈസേഷൻ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 80 രൂപയ്ക്ക് കിട്ടുന്ന വാൽവ് അവരുടെ ഓർഗനൈസേഷനുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 30 രൂപയ്ക്കാണ്. കാരണം 50 രൂപയുടെ വ്യത്യാസമുണ്ട് അവിടെ. ഇത് അവരുടെ ഓർഗനൈസേഷൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ തന്നെ ആദ്യം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് 2-3 ഹോൾസെയിലേഴ്സ് ഉണ്ടായിരുന്നു. അവരായിരുന്നു അതിന്റെ ഒരു പരിധി വരെ ആ സമയത്ത് ടോപ്പിലുണ്ടായിരുന്നത്. അവര് അത് മുളയിലെ ആ സാധനം നുള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. കാരണം അത്തരത്തിൽ അതിനെ ആ ഓർഗനൈസേഷനെ തന്നെ കുറച്ച് നാളത്തേക്ക് ഇവർ സ്റ്റക്കാക്കി വെച്ച് കളഞ്ഞു. വേറെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു റെഗുലറായിട്ടും ഉണ്ടായിരുന്ന മീറ്റിങ്ങുകൾ ഇല്ലാതാക്കുക. സാറ് പറഞ്ഞ അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ഞാൻ അതിനോട് 100-101% എഗ്രി ചെയ്യുന്നു. എന്തായാലും ഞങ്ങളിപ്പോ അതിനകത്ത് കുറച്ചുകൂടെ ഒരു മാർച്ച് നിൽക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ഞാൻ ഓൾറെഡി നോട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.
യെസ്, എപ്പോഴും ഈ ഒരു കോസ്റ്റ് റിഡക്ഷൻ എന്നത് ഒരുപാട് ഓസ്റ്ററിറ്റി മെഷേഴ്സ് അല്ലെങ്കിൽ ചെലവ് ചുരുക്കൽ എന്നത് ആയിരിക്കണം ഒരു പ്രൈസിങ്ങിന്റെ ഒരു മാർക്കറ്റ് പ്രൈസിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതിന് കൂട്ടായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട് എന്നത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. സ്റ്റാർട്ടപ്പുകൾ ആ രീതിയിലേക്ക് സഹകരിക്കേണ്ട സംവിധാനങ്ങളോടും ഒക്കെ വളരെ കണ്ണ് തുറന്നു വെച്ച് തന്നെ പോകാൻ നമുക്ക് കഴിയണം. പലപ്പോഴും എനിക്ക് പല ഹബ്ബുകൾ, അതായത് ചില ഇൻഡസ്ട്രി ഹബ്ബുകളൊക്കെ ഈ രീതിയിലേക്ക് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പല ഓർഗനൈസേഷനും ഇത്തരം രീതിയിൽ ഒരു ഒരു ആ, ഒരു കേവലം ഒരു സാങ്കേതികതയോ അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റി എന്നുള്ളതിലുപരി ക്രിയേറ്റീവ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് ഔട്ട്കം കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്കുള്ള കൂട്ടായ്മകളിലേക്ക് ആണ് സഹകരിക്കപ്പെടേണ്ടത് എന്നുകൂടി ഓർക്കുക. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ എനിക്ക് ഒരു മിനിറ്റിൽ ആഡ് ചെയ്യാനുള്ളത്, ഇത്തരത്തിലുള്ള പ്ലീസ്. ഒരു സംവിധാനം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, മുമ്പേ ആരോ സംസാരിച്ചപ്പം പറഞ്ഞ പോലെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ 4, 5, 6 മാസം അവര് ഈ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും, പിന്നെ അത് ലോസിലേക്ക് പോവുകയും, പിന്നെ ആ പ്രസ്ഥാനം ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വൈബിൾ അല്ലാതെ വരികയും, അത് മേ ബി അത് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഒഴിവാക്കാൻ പറ്റും. കാരണം ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഹോൾസെയിലറുടെ അടുത്ത് പോയിട്ട് ഇവർ പോയി വാങ്ങുന്ന സമയത്ത് 10 പീസിന് വരെ ഇത്ര രൂപ, അയാൾ മേ ബി 10 പീസായിരിക്കും വാങ്ങിക്കുന്നത്. അതേ സമയത്ത് അതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുകയും അത്തരത്തിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് അവർക്ക് തുടർന്ന് ആ പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകാൻ, മുമ്പേ ആരോ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് തുടക്കത്തിൽ എനിക്ക് 95 രൂപയും 90 രൂപയിലേക്കും പോവുകയും പിന്നെ ആ വരുന്ന 10 രൂപയുടെ ഗ്യാപ്പ് പിന്നീട് അതൊരു 20 രൂപയായിട്ട് മാറി, അദ്ദേഹത്തിന് അതൊരു ബാധ്യതയായിട്ട് മാറി, അങ്ങനെ പല പ്രസ്ഥാനങ്ങളും അടഞ്ഞു പോകുന്നതിന് കാരണമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനും വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടർന്നും വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ട് പോവുകയും അവരവർക്കുള്ള ഇടം ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അവരവർക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ ആവശ്യകതയും കൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. Thank you, Missy. Good morning, MSS. I could see you were unmuting. MSS line undo. Yeah. Yeah. Okay. Good morning. Good morning. A Good lot morning. of internet issues on and off. Okay. ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോയി, ഡ്യൂപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് മീ. എനിക്ക് തോന്നുന്നു ഇതില് നമ്മുടെ ബേസിക്സ് ദാറ്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് മസ്റ്റ് നോ എന്നുള്ള അതിൻ്റെ അകത്ത് ഈ ടിബി വളരെ കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക കസ്റ്റമറിനെ എങ്ങനെയാണ് നോക്കേണ്ടത് rather than looking at വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ചെയ്തു. സംതിങ് ലൈക്ക് ദാറ്റ് ഇഫ് നമ്മുടെ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സ്ഥാപനം, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് പാർട്ട്ണർഷിപ്പ് ആണോ OPC ആണോ LLC ആണോ എന്ന് നോക്കുന്ന കാര്യം, അതേമാതിരി പാർട്ട്ണർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാണ്, നേരത്തെ വെച്ചതിന് മുമ്പുള്ളതിൽ പാർട്ട്ണർ ആണോ ഫൗണ്ടർ കോ ഫൗണ്ടർ ചേർക്കണോ എന്നുള്ള കാര്യങ്ങൾ. കാരണം ഇതിൽ ഒരുപാട് ആകാംക്ഷകളുണ്ട്, സംഭീതികളുണ്ട്, ഡയലമാസ് ഉണ്ട്. അതേമാതിരി ഫണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, പലരും തുടങ്ങുന്നതിന് മുമ്പേ ഫണ്ടിങ്ങാണ് ചോദിക്കുന്നത്. ആ ഒരു ഭാഗത്തിൽ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ ഈക്വൽ അലോങ് ദ സെയിം സൈഡ് ബ്രിങ് ദ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരണം, ഇല്ലെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ at the end when you start logistics, supply chain comes an issue, then packaging comes, then sales, realization, cash and carry and credit and all that stuff, and ultimately money coming to the coffers and profits എന്നുള്ള ആ സംഗതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ need to go for a from a dream and idea to what you call a concept being converted into a business concept. അതെങ്ങനെയാണ് ഒരു ബിസിനസ് കേസ് ആയിട്ട്, ബിസിനസ് കേസ് എന്ന് വെച്ചാൽ ഇത് ഈ സംഗതി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു 60-80% നമ്മുടെ ടാക്സ് എല്ലാം കൊടുത്തിട്ട് ഒരു ബാക്കി മിച്ചം വരുമെന്നും, മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം മാർക്കറ്റ് എൻട്രിക്ക് ചിലപ്പം ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇറ്റ്സെൽഫ് വിൽ സ്റ്റോപ്പ്. അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കാനും പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വേണ്ട. പലരും ചോദിക്കുന്നത് എനിക്ക് 20% പ്രോഫിറ്റ് പോരെ എന്നുള്ള. അറ്റ്ലീസ്റ്റ് കണ്ടുവയ്ക്കാനായിട്ട് നമുക്ക് മലയാളികൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ അമിത ലാഭം, കൊള്ള ലാഭം എന്നുള്ള ഈ വാക്കുകൾ, ക്വാളിഫൈഡ് ടീസിങ് ആൻഡ് സർക്കാസ്റ്റിക് വേർഡ്സ് നമ്മളെ പലരും പിന്തിരിപ്പിക്കുന്നു. അതിൽ നിന്ന് ബിസിനസ് കേസ് എന്ന് ബിസിനസ് മോഡൽ ആൻഡ് ബിസിനസ് പ്ലാനിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു തോട്ട് പ്രോസസ് എങ്കിലും, അങ്ങനെ എഴുതി വെച്ചില്ലെങ്കിലും തോട്ട് പ്രോസസ് എങ്കിലും മനസ്സിൽ എഴുതി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ശരിക്കും ഇതൊക്കെ ഒരു എസെൻഷ്യൽസ് ഓഫ് സ്റ്റാർട്ടിങ് ബേസിക്സ് ദാറ്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് മസ്റ്റ് നോ
എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ അതിൽ കൊണ്ടേ പറഞ്ഞു. താങ്ക് യു സർ. നമുക്ക് അടുത്ത സ്പീക്കേഴ്സിലേക്ക് പോകാം. സാബിർ മുഹമ്മദ്. ഓക്കെ താങ്ക് യു. ഞാൻ ഇവിടെ ആലുവ പെരുമ്പാവൂരിനടുത്ത ഇന്റർനെറ്റ് ടൈലിന്റെ മുന്നേ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇതുപോലെ അസോസിയേഷൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് വേറെ പുറത്തുനിന്ന് ആരെങ്കിലും അതിന് ആളുണ്ടെങ്കിൽ അത് കുറച്ചും നല്ലതാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളൊരു കൃഷ്ണന്റെ പാറവട ഒരു 26 പേര് കൂടി പാറവട തന്നെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ എൻ്റെ അതിൽ നിന്ന് 3 പേര് സെലക്ട് ചെയ്തിട്ട് 3 പേരാണ് അത് എല്ലാം ശരിയാക്കാനായിട്ട് ഏൽപ്പിച്ചത്. പക്ഷെ ഇവരൊന്നും ചെയ്തൊന്നും ശരിയായില്ല. അതിന് പകരം വേറെ കുറച്ചുകൂടി അറിയാവുന്ന ആളെ പുറത്തുനിന്ന് വയ്ക്കാറുണ്ടെങ്കിൽ സാലറിക്ക് വയ്ക്കുകയാണെങ്കിൽ അത് കറക്റ്റായി കിട്ടിയിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ ഈ ടൈൽസിലും ഇന്റർലോക്ക് ടൈൽസിലും അവിടെയും അസോസിയേഷനും കുറച്ച് സ്ട്രോങ്ങും കറക്റ്റാകാനുണ്ട്. ഓക്കെ വേറെ ഈ പറഞ്ഞതിൽ കുറേ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു സാബിർ പറഞ്ഞത് സാബിറിന്റെ ബിസിനസ് ഫീൽഡിൽ നിന്നുള്ള കാര്യമാണ്. പക്ഷെ അത് പലയിടത്തും അത് അപ്ലിക്കബിൾ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു ഹെൽത്തി കോമ്പറ്റേറ്റീവ് ആംബിയൻസ്, നല്ല ഒരു പരസ്പര മത്സരത്തിൽ ആരോഗ്യകരമായ മത്സര ബുദ്ധിയോടുകൂടി നമുക്ക് എങ്ങനെ പരസ്പരം ഉയരാം, പരസ്പരം സഹകരിക്കാം, ഒരുമിച്ച് വിന്നറാകാം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ഊന്നി നിൽക്കുന്നത്. അപ്പോ നമ്മൾ ഒളിമ്പിക്സിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ, ചില നമ്മുടെ ഹൃദയത്തിന് തട്ടുന്ന ചില ദൃശ്യങ്ങൾ ആണ് ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ബിസിനസ്സിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, അതിൽ ബിസിനസ്സിലെ റെലവൻസ് എന്താണ് എന്നുള്ളതിലേക്ക് കൂടിയായിരുന്നു നമ്മുടെ ചർച്ചയുടെ ഒരു മർമ്മം. പരസ്പര സഹകരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്ററെ എങ്ങനെ നമുക്ക് മുന്നിൽ കാണണം, അതോടൊപ്പം മാർക്കറ്റിൽ പരസ്പരം കില്ല് ചെയ്യുന്ന രീതിയിലുള്ള, പരസ്പരം കൊല്ലുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി അല്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ കഴിയുന്ന പരമാവധി മേഖലയിൽ സഹകരിച്ചുകൊണ്ട് കോസ്റ്റ് കട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പുതിയ സ്ട്രാറ്റജികൾ ഒരുമിച്ച് ചെയ്തുകൊണ്ട് വെണ്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും റോ മെറ്റീരിയൽ സോഴ്സിംഗ് ആണെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സിന്റെ സപ്പോർട്ട് ആണെങ്കിലും ഒക്കെ, പുതിയ ഹബ്ബുകൾ ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിലും ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ പരസ്പര സഹകരണത്തോടു കൂടി ഓവറോൾ കോസ്റ്റ്, ബേസിക് കോസ്റ്റ് റിഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നല്ല റിസോഴ്സുകൾ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ സാബിർ പറഞ്ഞൊരു പോയിന്റ് നിന്നാണ് എനിക്ക് ആ ഒരു റിസോഴ്സുകളിലേക്കുള്ള ഒരു ക്ലൂ കിട്ടുന്നത്. പൊതുവായി ആ ഒരു ഹബിലേക്ക് ആവശ്യമായിട്ടുള്ള, ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള, ടെക്നോളജിയിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല റിസോഴ്സുകൾ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ടുള്ള എഫേർട്ടുകൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പരസ്പരം ഒരേ ഫീൽഡിലുള്ളവർക്ക്, ഒരേ സ്ട്രീമിലുള്ള കമ്പനികൾക്കും ഒക്കെ സഹകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അതേ രീതിയിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് സ്റ്റാർട്ടപ്പ് വെഞ്ചറിലേക്ക് കടക്കുമ്പോൾ അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും തീർത്തും ഒരു മത്സര ബുദ്ധിയോടുകൂടി കണ്ട് നിൽക്കാതെ സഹകരിക്കാൻ കഴിയുന്നത്, ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന അവന്യൂസിനെ, ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് കൂടി കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെയാകണം, ഏതൊക്കെയാണ് അതിന്റെ സാധ്യതകൾ എന്നതിലേക്കാണ് നമ്മുടെ ഈ ചർച്ചയുടെ അന്വേഷണം കൂടുതൽ കടന്നു പോകുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് സ്പീക്കേഴ്സിനെ ക്ഷണിക്കുകയാണ്. ശരിയാണ് ഇർഫാൻ. ഈ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്നും റെഡ് ഓഷൻ സ്ട്രാറ്റജി എന്നും വലിയ പുസ്തകത്തിനെ സിംപ്ലിഫൈ ചെയ്ത് എൻ്റെ IIM പ്രൊഫസർ പറഞ്ഞതാണ്. ഒരു മുതലകൾ കിടക്കുന്ന ഒരു കുളത്തിൽ തമ്മിൽ മുതലകൾ അല്ലെങ്കിൽ ചീങ്കണ്ണികൾ തമ്മിൽ കടികൂടി കഴിഞ്ഞാൽ അത് റെഡ് ഓഷനായിട്ട് വരും. അതിന് പകരം പരസ്പരം സഹകരിച്ച് അത് ബ്ലൂ ഓഷൻ ആയിരിക്കുന്നു, സിമ്പിളായിട്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് വായിച്ചു നോക്കിയാൽ പുസ്തകം വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. തമ്മിൽ കഴിവുകൾ തല്ലിക്കൂടി തീർക്കുന്നതിന് പകരം പരസ്പര സഹകരണത്തിൻ്റെ മേഖലകൾ എന്താണെന്ന് കണ്ടുകൊണ്ട് സ്വന്തം സ്ഥാപനത്തിലെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നത്, അതാണ് 21st സെഞ്ച്വറിയിലെ കാഴ്ചകൾ കാണുന്നത്. ഇറ്റ്സ് എ ഗുഡ് പോയിന്റ്. താങ്ക് യു MSS. നവീൻ എന്താണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നവീൻ?
സ്പീക്കർ പാനലുള്ള മറ്റുള്ള ഓക്കെ ജോർജ് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. പ്ലീസ് ഗോ ഹെഡ്. ഈ പല സ്റ്റാർട്ടപ്സിനും പറ്റുന്ന വേറൊരു ചെറിയ കുഴപ്പം എന്താന്ന് ആക്കിയത് ആരോ വേറെ സൗണ്ട് കയറി വരുന്നു. ഓക്കെ, ആക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിനെ പലപ്പോഴും ഉപയോഗിക്കില്ല. ഈ കൺസൾട്ടൻസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എന്താ പറയാ, ഒരു ആഴ്ചയിൽ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ മതിയായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിട്ടേൺ ആണ്. പല ആളുകൾക്കും അതിനെ, എനിക്ക് അറിയുന്ന വളരെ അടുത്തറിയുന്ന ഒരു കേസ് സ്റ്റഡി ഞാൻ അത് പേഴ്സണലായിട്ട് അവരെ അഡ്വൈസ് ചെയ്തപ്പോൾ ഞാൻ അവരോട് അതായത് നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമായിട്ട് അഡ്വൈസ് ചെയ്തു, പണം മേടിച്ച് അഡ്വൈസ് ചെയ്തൊന്നും. അപ്പൊ ഈ ആ കമ്പനി ഇങ്ങനെ നടക്കുന്നുണ്ട്, കുറെ കാലമായി നടക്കുന്നു. അപ്പൊ ഞാൻ ഇവരോട് പറയും, നിങ്ങൾ പുറത്തുനിന്നുള്ള കൺസൾട്ടൻസിനെ എടുക്ക്. അപ്പൊ ഇവരൊരു സാറേ കാശ് കൊടുക്കാനില്ല, ഞങ്ങൾ എന്താ ചെയ്യുക, കാശ് കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാശ് കൊടുക്കല് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആഴ്ചയിൽ ഒരു സാറ്റർഡേസ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ വർക്ക് ചെയ്യുന്ന പിള്ളേർ പലർക്കും സാറ്റർഡേ വർക്കിംഗ് ഉണ്ടാവില്ല. അപ്പൊ അവരാരെങ്കിലും നിങ്ങൾ കൺസൾട്ടന്റ് ആയിട്ട് എടുക്കുക, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവരോട് സംസാരിക്കുക. അങ്ങനെ ഒരാളെ എടുത്തു. അവര് ഏകദേശം 30,000 റുപ്പീസ് അയാൾക്ക്, എനിക്ക് തോന്നുന്നത് ഒരു 3-4 സിറ്റിങ്ങിൽ അയാൾക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഓ എന്റെ ദൈവം, എന്റെ എത്ര രൂപയാണ് ഇത്രയും കാലം നശിച്ചു പോയത്. ജോർജ് ഞാൻ ചെറിയൊരു ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. നമുക്ക് ടുഡേ വി ഹാവ് ഡോക്ടർ വേലുമണി വിത്ത് us, who is the founder. Okay, great. Continue with Velumani, sir. Yeah, who is No the issue, founder no of issue. Thyrocare. Welcome, sir. Thank you. This is So, my first entry into a Malayalam speaking crowd. are you I can comfortable? Are you comfortable? I can understand 20% of Malayalam, but it's very difficult for me to talk or fully understand. Okay. Thank you very much for calling me to say something. Yes, we would be more than happy to listen to you regarding what the startup message to startup founders, to the business community, how healthy startup can be. Right. That aspect, I would like to listen to you. Yeah. So I was a startup when the word startup was not there. I was an entrepreneur when entrepreneur is not there. For those who have not heard me, I am 62-year-old. Shall I give a general intro about you? I think many of us are very familiar with you. Yeah, but I will those, I will myself in. Yes, sir. So 62-year-old, bald, bold, sold man. To be very clear, I had created a brand called Thyrocare. I started it in 1995. I am from Coimbatore. I came by all Malayalis popular train Jayanti Janta. I boarded in Coimbatore. I landed in Mumbai in 1982 and came for a job. I got a dream job in BARC Baba Atomic Research Center. Worked there for some 15 years. I felt I can do some business. Started working on thyroid. I had a PhD on thyroid. And then I have never borrowed personally a company. I had not diluted the company stock for money for the company. It was a wonderful journey. I listed myself in 2016 and 75 times oversubscribed. And finally, just June 25th of this year, 40 days back, I sold the company for a valuation of 7,000 crores. So that's in short about my journey. And yeah, I think coming to what is that startups should keep in mind. I think first is one should have patience, and patience is very important. You cannot become billionaire before you see your father-in-law. Be prepared
to become a billionaire before you see your son-in-law. Very often people think that means I can become Zuckerberg easily. It's very, very tough. I want to tell ideas are like sperms. Ideas are like sperms. Only one in a million works. Be careful. But then, I always believe startups should work. The guys who want to start up something should work in the same space where they want to start under someone who has around 10-20 crores of turnover. Make sure that 10-20 crore turnover man goes to 100 crore turnover over you as an employee contributing the most. If that is done, that means you have learned business without burning your father's money. And 30 is an ideal age to think of starting. And then, so that means you need patience. Second thing, you need focus. Very often people do multiple things, they don't do one thing. And very often people they do one thing, they are not focused in the business, they are focused on what neighbor sees, what neighbor thinks. So you have to completely focus. So patience, focus, then frugality is very important. Every paisa is paisa. Every rupee need to be very, very intelligently put back into business. You can't consume it. If you consume too much too early, your company will not grow. If you don't consume at all in the company's resources, probably your valuation will be your very powerful exit, will be your biggest earning. Of course, very important is stamina. Business is very demanding. Don't get into business just because you can't work from 9 to 5. Business demands Sat Tera, 7 days, and each day 13 hours. And it's very important. The last but not the least, hire good quality, focused, poor uh, from village. Poor from village. They have a appetite. They will work with you for too long. They may not speak good English, but somebody whose first family income, monthly income is your salary. It is something which is great. It's a great feeling. It's a great social service also. I think that's what I can tell. But if there are any specific questions, I will answer. Otherwise, I would love to listen. Thank you. Thank you. Thank you so much, sir. I mean, from speakers panel who wish to interact with Dr. Velumani, please most welcome. He has a very good insight about the business, a long legacy of building up a strong business house, right from zero to a big, I mean, big stage. Truly, It's a $1 billion company finally. yes. Last week we saw the newspaper items that you have been. So can you just start something about how the idea ignited in you? How you said you are from a normal or a rural background or something, and how you gathered the people, etc. How you went forward? Can you just speak, at least for the information of the people who are just waiting to be entrepreneurs or already entrepreneurs? That'd be a great lesson. Yeah. I want all of you to Google Velumani Thyrocare. There will be a lot of videos available, English, Hindi, and Tamil. You can understand the story of where did I start, then business-wise, why did I got into it, and then what made me very powerful. It's a 45 minutes talk. You will enjoy listening to that. Coming specifically to your question, at an age of 37, I had a government job. My wife was working with State Bank of India. We had two children, 5 and 3 years of age. So that's the most critical age, the most powerful comfort zone for a human being, for someone who has found it difficult to eat the 3 square meals when he was a child. A great secured government job is what everyone looks for. But somehow I felt I have some potentials which a government job will not allow me to explore. अपने आप से पूछा कि जीने आया
या जीतने आया और अपने आप से पूछा बड़ा होना है या बुढ़ा होना है. And I am from Coimbatore, and there is a proverb in Coimbatore. I think Malayalis will understand it. மயிரை கட்டி மலையை இழுக்கிறது வந்த மலை அந்த மயிறு. That's very clearly telling use a hair, tie a knot, put on the hill, pull the hill. If you got it, you got the hill. If you have lost it, you have lost the hair. So I had a 2 lakh rupees of provident fund. That was my investment, and 2 lakh rupee in 1995 is equivalent to at least 1 crore. And my monthly expenditure was only 5,000. So 2 lakh 5,000 means 40 months my family is safe. I think that's why I kept telling frugality is very important. And I didn't have to borrow money from someone. I had a PhD in thyroid. That means I had a domain expertise on cost of raw material, cost of market, and cost of technology. Everything I was very clear about. So I got into there and I priced it very low. You all know no business which is priced too low has ever been closed. All business closed down is because they could not control the cost. So the controlling the cost is another great art. I just got going ahead, and business model was wonderful. I want all of you to understand what is the uniqueness of the business model. All of you from Kerala must have come to Coimbatore, must have eaten Annapurna. Annapurna is a hotel industry business in which they had a single kitchen and multiple restaurant in city of Coimbatore. That gentleman Damodar Swamy also is from my village. So I saw laboratory also can be like a hotel, where is blood is collected is restaurant, where test is done as a kitchen. So I opened my kitchen for everybody's restaurant for thyroid testing. It worked very well. Then in Mumbai it worked, in Surat, Pune, Nasik it worked. Then it worked in Delhi, Calcutta, and Chennai. Now it works from Saudi Arabia to Indonesia. So that is in short about the power of the business model and the need for me to start. I voluntarily started, not under any pressure. I think I have enjoyed the journey. If you people wish to ask more questions, you can ask. Yes. The interest part was the recent acquisition and your exit. The certain very unique decisions you have taken. Okay, so not to hand over rather than handing over to a family circle. I mean, certain handing over to another competent hands. Those kind of certain critical, very unique and interesting decisions you have taken. So, could you please throw lights on that decisions you have taken during this acquisition and your exit? I think very important is don't take that decision which everybody understands. Always takes that decision everybody is surprised. So this is what is my way of thinking. Interesting. I had a courage to do it. I left my home in 1982, not because Bombay is the only destination. I had some job in Coimbatore, but I felt I must risk. I must find out what world has for me, then what my village has for me. That's why I came to Coimbatore. People in my village were shocked. I left BRC job. All my colleagues came to my room as if I have become a psychic. All my relatives came home to advise me. You are the eldest in the family, you have children. So they were shocked. And even when I went for an IPO, people were shocked. People told you don't need money. Why are you unnecessarily going for IPO? You are accountable, answerable, questioned. You have to have lot of compliances. I just wanted thrill. I went there. I think exit also is another great shock. No one could believe that Velumani would exit a zero debt company. Last 25 years, 40% yearly growth, cheapest in the country, best in profit in balance sheet,
and the children are 30 and 32. So it looked like soon Velumal will announce who will be the MD and who will be the joint managing director. But I think I coolly announced that I'm retiring. It's almost like, in a 5 day, five 1 day series, in each match, you hit a century, 5 consecutive century. And in the last over, you had to score 30 runs to win, and you made it 6 sixes. So that life is very, very good when you stand and receive the man of the match, man of the series, and then you tell that was my last match. So that will keep an image in the public mind that Velumani is a hero, and my exit has really shocked not just healthcare industry, it is all business community who all felt businesses should be given to children. But let me tell you, the punch is, if you love your children, give money, not business. When you give money, they can't damage anything. But if you give the company, it won't be their intention, but they might become even Vijay Mallaya. So I think I have given you some brief about it, and watch some of my videos where I have explained what were the logics, little elaborate. Certainly, certainly. We used to watch, and it's a great motivation and insight for many in the room. Sir, um, uh, what is that we can expect more as a business community from your vast experience and rich knowledge and very very crucial decision taking minds? What more can we expect from you from your expertise moving forward? I think it's very clear on my bio. I have said motivate a million to become millionaires. I don't think I want to make billionaires, but I think I should make millionaires. And making the millionaires is not feeding money. Making the millionaire is not telling what to do. Making them to understand whatever they do that can grow, whatever they focus that will grow, whatever has power can grow to logical height. Use manpower intelligently. Manpower is not a cost, it's an investment. Whenever I take an interview of a boy, I see 5 crores in his eyes, 2.5 crores is his, 2.5 is mine. It becomes very powerful. Business is nothing but employing more people than needed. Listen carefully. Business is nothing but employing more people than needed and keeping all of them engaged. So, this I want to put people, there is a market, there is a human resource, you have a business, your business can be fine tuned, your business can be made more efficient, your business is likely scalable even to national or global level. Look at it, don't get scared, don't get stressed. Very often people think I am only suffering, everyone else is enjoying. I want them to make to understand you don't suffer as much as somebody else is suffering. Think positive and become powerful. So this communication I have been doing in Clubhouse for the last 2 months. I think I have been doing a lot in Tamil. I understand it is creating a lot of positive thinking in people, reducing the fear, reducing the anxiety. I think that itself will grow the business. I'm good at Hindi, I'm good at Tamil, but I can talk very simple English for any audience, and I wish to continue to motivate people. Surely, surely. I think you have been doing that, and we are more than happy with your presence. Can I, I ask a question to Dr. Velumani, please? yes, sure, sure, please. Okay. Good morning, Dr. Velumani. This is Mohan Das from Trivandrum. I've been listening to your punchlines for almost 1 or 2 weeks and pretty impressed with your bold decisions. You were mentioning about the power of the business model, I think, just now.
In fact, that is a very critical element in startup, ecosystem. Uh, have you given any further thought on this, or how the startups can evolve a kind of a different, forceful business model? Any thought on Right, that? right. Yeah. I have a punchline to start with. If you have a brilliant business model, if you have a brilliant business model, you don't need to promote it using a beautiful model. That is the situation where business is good, it will grow automatically. Now, the question is what is good and how somebody can know what is good. We have conventionally seen people copying from the neighbors, the price list, the vendors also same. In fact, plenty of people come out of some business thinking that they can do also business, and this has created a lot of additional new businesses. But that is exactly what you are doing is what your neighbor is doing, and you can't then scale it. Then that business model is not having any brilliance of its own. ओ मत करो जो पड़ोसी कर रहा है, ओ मत करो जो पड़ोसी कर रहा है, क्योंकि फिर आप वही होगा जो पड़ोसी हुआ है. You will become one more neighbor. So I am someone who will say, think something little different. To do business, you need a great mathematics. I'm happy to tell I was actually originally a mathematics student. Mathematics gives you calculating power. Calculations with wisdom gives you costing. If you are fully clear, pricing is fully clear, and if pricing is right, it's a powerful business. Many people don't know costing, don't know pricing, and there is nothing different. So you need to think unique. The next one is, when it comes to costing, people don't see volume as a critical one. So what do? They think they will make a revenue of daily 50,000 or 1 lakh, and for that they will look at what kind of uh, volume will be there, and they calculate all costs based upon that. I think if you are a great businessman, you must see what will be my balance sheet like when I reach a 10 crore turnover, 100 crore turnover, and 1,000 crore turnover. I think I did a calculation for 100 crore turnover. I felt my profitability is too good, even if I price it very low. So then I priced it very low because there are great volume benefits which nobody understands. I think all Alukas, all Lulus, all big guys who made it big with a conventional business have only felt volume is the only success. So when you look at volume, if volume is high, for example, I'll tell you my raw material cost for a retail man, if it is 100 rupees in my industry, for my volume, my retail, sorry, raw material cost is just 30 rupees. So I sell my services at 100 while my competitors buy raw material at 100. I think that's a complete clear what you call as a disruption. There are many areas you can think in that way. If you can, if you have got one, you got it. Even if you didn't get that powerful one, please work on volume. There are only two businesses which you can think of. One is a 5-10 crore turnover, 30-40% margin. Your Mercedes runs, you live a happy life, no issue. But if you want to do something impactful, you need to look at what way scale will get me benefits, what will be pains of the scale, and if you are motivated, scale up. So this is what my advice, gentlemen. I hope I have answered you. Oh, thank you very much. More than enough. Thank you, sir. I think your travel, your life from
hamlet of Appanaikanpatti in Coimbatore to Mumbai and to the current status have been very, very encouraging. And even shedding a promising government job and stepping into an entrepreneurship itself is a very good eye-opening for many South Indian community, South Indians especially, who dream much about the government job, and even they are being prepared, groomed, even educated also for the government job. So I think many good such examples are there. One query, one query or one message seeking from your side is, since you've already addressed making millionaires, not billionaires, I think that clearly conveys the grassroots approach on your business insight. In that aspect, what could be your model, or what could be your message to the budding entrepreneurs or who are working on the technology to bring inclusivity of all grassroots population to these business, the benefits of the business, or to uplift uh, those who are on the grassroots? What could be your message on that? Like, Right. I have listed my company, and in the listed company, I look at where from the shareholders are coming. All shareholders are between Bombay and Ahmedabad, or Bombay and Jaipur. This is Gujarati community, Marwadi community. This is 90%. Remaining 10% from rest of the country. But again, rest of the country also, if somebody has invested from Chennai, they are Marwadis and Gujaratis. So there is no equity culture in South. Unfortunately, Tamil Nadu and Kerala are the most closed economies. They are very comfortable with their local market, the local what you call as a size of addressable market. I believe that needs to be changed. But then a millionaire you can become even with a district level business, even with a state level business. So it is not easy to change the mindset and make them national level, but somebody could certainly get some inspirations. But my interest is to see there are plenty of people who are not knowing how to do business, and there is a bunch of mine जो काम करते हैं वो बुढ़े होते हैं, जो काम कराते हैं वो बड़े होते हैं. The guys who work themselves will become old, the guys get the work done will become big. So if somebody has only 5 employees, I want them to understand the power of employing 50 employees. That's all. So if somebody employs 5 and if he can move to 50 employees, I think anybody who has 50 employees will be a millionaire. And maybe 5 million, 10 million, whatever it is. But making people to understand that there is a market beyond your village, beyond your district, and work on it. If you make a product, work on how to reach to national and global distributors. If you make a service, make sure that service is delivered as a quality, cost, speed. These are the 3 criteria people look for. I think people are very, very disturbed. They only discuss in WhatsApp groups because of COVID. Otherwise, they sit and open a quarter and enjoy discussing same problem, same pain everybody has, and everybody tells the same pain. So the pain gets aggravated, amplified, and people don't have motivation to go to next level. I think 5 employees to 50 employees is next level, and that is where I am seeing the grassroots, the bottom of the pyramid. Jobs created means it will create a lot of positive contribution to the economy. yeah. Thank you so much, sir. So here in Business Kerala, we have taken a mission to create a very friendly startup ecosystem, which includes good investors, good startup budding entrepreneurs, good service providers, and really the motivating mentors. That is more the best or the vital part of it, the mentors. And with that, for building up this startup ecosystem, we would like to have the presence of people like persons like you, who have not just preached but set up real role models and examples. And we would like to hear from you what could be a good convenient date for you
for us to schedule a pre-announced program, so that either a Saturday or Sunday daytime where we can invite more people to motivate and make them to listen to you. My name is Velumani, and if you remove the V, it is Elumani. Okay, right. So 7 p.m. is the most ideal thing to do. You can ask me either Saturday or Sunday will also be ideal. I will, you put me in what you call as back channel a communication. I will respond to you. I will be more than happy to take question and answers, because very often this question and answers, not everybody is comfortable. I am very comfortable. I think if there is a Olympic competition for question and answers, probably I will be the gold winner. So I'm good at it, and all of you can pose a very crisp question. I will be answering very, very short, very, very powerful, impactful communication will come. Make your friends and your even employees, whoever it is, all to attend, because there is no secret in life. We need to follow truth, and when we follow truth, one more punchline before I say a bye bye. Truth is painful, but truth only triumphs. Maybe not immediately, in the long run, truth only will triumph. Truth will be painful, truth will be bitter, but I know how to tell the painful, bitter truth in a simple way. Please make sure the questions are intelligently coined so that I answer. Thank you very much, Business Kerala, and thank you very much, all of you. You have given me a clear stage as soon as I came in. That's a honor, and I am humbled. Thank you. I am done. Bye. Good day. Thank you so much, sir. We are all honored by your presence, and so happy, and it's just a really good uh, instant to begin the day uh, this morning session. And surely we'll schedule a session, dedicated session with you and with a pre-announcement, and we'll line up that very soon. Thank you. Thank you. Bye. ரொம்ப நன்றி சார், ரொம்ப நன்றி. ரொம்ப நன்றி. Thank you so much, and wish you all health. റൈറ്റ്. ബിസിനസ് കേരള ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും നേരം സംവദിച്ച ഡോക്ടർ വേലുമണി ആരോഗ്യരാജ്, അദ്ദേഹം തൈറോ കെയറിന്റെ സ്ഥാപകനും ഇന്ത്യയിൽ തന്നെ വളരെ ഒരു മാതൃകാ രീതിയിൽ തന്നെ ബിസിനസ് ബിൽഡ് ചെയ്ത വ്യക്തി കൂടിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇതിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേറ്റഡ് സെഷൻ നമുക്ക് ഉടനെ തന്നെ അത് പ്ലാൻ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. ഈ ഒരു സെഷനിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇന്നും പറയേണ്ടതില്ല. ഒരുപാട് പഞ്ച് ലൈനിലൂടെ തന്നെ അദ്ദേഹം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ശൈലി തന്നെയാണ് ഈ പഞ്ച് ലൈൻ എന്നുള്ളത്. ആ പഞ്ച് ലൈനിലൂടെ അദ്ദേഹം ഒരുപാട് മെസ്സേജുകൾ നമ്മളിലേക്ക് പകർന്നു തന്നു. ഒരു ഷോർട്ട് കട്ട് ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു മെസ്സേജാണ്. ഒരു സത്യസന്ധത തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആ സത്യസന്ധത തന്നെയാണ് ഏറ്റവും വിജയിക്കുക എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റ് ലൈൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് നമ്മളോട് പിരിഞ്ഞു പോയത്. തീർച്ചയായിട്ടും ഈ അടുത്ത ഒരു ഡെഡിക്കേറ്റഡ് സെഷൻ ബിസിനസ് കേരളയിൽ ഡോക്ടർ വേലുമണിയോടൊപ്പം നമുക്ക് സംഘടിപ്പിക്കാം. ഇന്നത്തെ ബിസിനസ് കേരളയുടെ ഈ സെഷനിൽ ഒരു ഹെൽത്തി കോമ്പറ്റീറ്റീവ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെഷനെ പറ്റിയുള്ള ഡിസ്കഷനാണ് നമുക്ക് തുടങ്ങിയത്. ആ തുടക്കത്തിൽ നിന്നും സത്യത്തിൽ ഒരു നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് ആരംഭിച്ചതിൽ ബിസിനസ് മേഖലയിൽ നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു ആന്റർപ്രണർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഡോക്ടർ വേലുമണിയുടെ സാന്നിധ്യം ഉണ്ടായത് വളരെ സാന്ദർഭികവും വളരെ ഗുണകരവുമായി എന്ന് നമുക്ക് സന്തോഷിക്കാം. ഇന്നത്തെ ഈ ദിവസം നമുക്കിനി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല. മോർണിംഗ് വൈബ്സിന്റെ ടൈം തീർച്ചയായിട്ടും എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സന്തോഷം അറിയിക്കുന്നു. ഇത്തരം ഈ ചർച്ചകളിലേക്ക് നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസകളോടെ ഇന്നത്തെ ബിസിനസ് കേരള നമുക്ക് ഇവിടെ സമാപിക്കാം. താങ്ക് യു സോ മച്ച്.
Let me ask you a question. എത്ര മണിക്കാണ് ഇത് തുടങ്ങുന്നത് സാധാരണ? 7:30 മോർണിംഗ് 7:30 to 9 ആണ് നമ്മുടെ ടൈം. 7:30 എന്ന് പറയുമ്പോൾ ഇവിടെ 12. ഓക്കെ ഓക്കെ. ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് 1-2 പേര് ലാസ്റ്റ് വന്നിട്ടുള്ളവർ സംസാരിക്കാൻ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ നിങ്ങൾ വരിക, നിങ്ങൾ സംസാരിക്കും. 9 മണിക്ക് നമ്മൾ എന്നും ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതാണ്. 9:05 9:10 മാക്സിമം. ഇന്ന് വേലുമണി സാർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് മുൻപോട്ട് പോയതാണ്. തീർച്ചയായിട്ടും അടുത്ത ദിവസം നിങ്ങൾ വന്ന് സംസാരിക്കും. നിങ്ങൾ കേൾക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ.